2024 ഇപ്പൊ കഴിയാറായി. ഇപ്പൊ എത്ര പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞു പോയി. അത് നമ്മളെല്ലാ വർഷവും നമ്മളൊരു ക്ലീശ പോലെ പറഞ്ഞ ഡയലോഗാണ്. എന്ത് പെട്ടെന്നാ ഈ കഴിഞ്ഞു. ഒരു മാസം ഇങ്ങനെ പോകും. അത് ശരി. കാരണം ഈ ഇത് പറയുമ്പോ ഈ 2024 ഇപ്പൊ തുടങ്ങിയ പോലെ ഉണ്ട് ഇപ്പൊ. സീരിയസ് ആയിട്ട് നമ്മള് 2024 അവിടെ നമ്മള് സ്റ്റക്കായി കിടക്കുക നമ്മളിപ്പോ. 10th +2 കാലഘട്ടം. അവിടെ ഇപ്പോൾ സ്റ്റക്കായി കിടക്കുക. കൊറോണ ആ ഒരു ടൈം, കൊറോണ ലോക്ക്ഡൌണിന്റെ ടൈം. സ്കിപ്പായ പോലെ, അത് പെട്ടെന്ന് ഒറ്റയടിക്ക് സ്കിപ്പായ പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ വേറൊരു ഇതായിട്ട് തോന്നിയായിരുന്നു. അതായത് ആ ഒരു കൊറോണ ടൈം കഴിഞ്ഞിട്ട് എല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ആയ പോലെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു സംഭവം വായിച്ചിരുന്നു, അതായത് ടൈം കംപ്രഷൻ എഫക്റ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മളെ ഇത് കുറയും. അതായത് നമ്മളെ ബ്രെയിന് ഈ മെമ്മറീസും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയം കുറയും, ഭയങ്കര സ്ലോ ആവും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഈ സമയം പെട്ടെന്ന് ഇവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് തോന്നും. അവർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ സമയം ഭയങ്കര കുറേ ഉള്ള പോലെ നമുക്ക് തോന്നിയിരുന്നു. വെക്കേഷനൊക്കെ കുറേ ഉള്ള പോലെ, അല്ല അത്ര എല്ലാ മൊമെന്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന സമയം ഇങ്ങനെ എന്തത് ഈ ഈ ഒരു കേസ് എടുത്ത് നോക്കിയാൽ നമ്മൾ എക്സാമിന് ഒന്നും എഴുതാറിയില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം ഇങ്ങനെ പോവില്ല. എന്ത് പോവാത്തത്. എക്സാമിന് എല്ലാം അറിയാം, എഴുതിക്കൊണ്ടിരിക്കുക, സമയം തികയണില്ല. ആ ഒരു രീതിയാണ്. അതിന് ഈ റീൽസ് അഡിക്ഷൻ ഒക്കെ ഒരു കാരണമാണല്ലോ. റീൽസ് നോക്കി എത്ര മണിക്കൂറായിരിക്കണേ. അപ്പൊ നമ്മൾ വിചാരിക്കും റീൽസ് ഒന്നും എടുക്കും, പിന്നെ നോക്കുമ്പോൾ നമ്മൾ 5 മണിക്കൂർ കഴിഞ്ഞോ, 7 മണിക്കൂർ കഴിഞ്ഞോ. പിന്നെ നമ്മളെ പഠിക്കാതിരിക്കണേൽ ഒരു സംഭവം ഉണ്ട്. നമ്മൾ പഠിക്കാതിരിക്കും, നമ്മൾ പറയും ഒരു 2:30ക്ക് പഠിക്കാതിരിക്കാം, 2:30ക്ക് പഠിക്കാം. കറക്റ്റ് ഒരു അര വെച്ചിട്ട് അവർക്ക് റൗണ്ട് ചെയ്ത് നമ്മൾ കണക്ക് വരും 30-ന്. പക്ഷെ ഒരു മിനിറ്റ് ആണ്ട് പോയാ എന്തായാലും 31 ഇനി 45 പിടിക്കാം. 5-ലൊരു സുഖമില്ല. അത് നമുക്കൊരു 2-3 മണിക്ക് പിടിക്കാം. അങ്ങനെ ടൈം ഇങ്ങനെ പോകും. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പൊ ഹോസ്റ്റലിൽ ഇന്നലെ വന്ന് ചേർന്ന പോലെയാണ് ഇപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട്. പെട്ടെന്ന് അങ്ങ് നീങ്ങിപ്പോയി. S1 S2 S3 S4 S5. അതേപോലെ തന്നെ വേറെ സംഭവം പറയേണ്ടത് പറഞ്ഞാൽ 2023-23 AI ഒന്ന് നമ്മളെ അടുത്ത് ഇങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് വരൽ തുടങ്ങിയത്. ChatGPT അതുപോലെ സംഭവങ്ങളൊക്കെ മെയിൻ സ്ട്രീമിൽ വന്നിട്ട്. എന്റെ ഓർമ്മ ശരിയാണ്, എന്നോട് എന്റെ ഒരു കൂട്ടുകാരനെ പറഞ്ഞു, എടാ ChatGPT പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇതിൽ നിനക്ക് മറ്റേ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ നിനക്ക് സുഖമായി. അസൈൻമെന്റോ എന്നാന്ന് നോക്കാലോ. ഞാൻ അങ്ങനെ പരിചയപ്പെട്ട സംഭവം ChatGPT ഉണ്ട് തന്നെ അറിയുന്നത്. പിന്നെ ഫുള്ള് ChatGPT ആയി. അവരെ 2024 പിന്നെ എല്ലാവരും ഡെയിലി ലൈഫിലേക്ക് വരൽ തുടങ്ങി. ചേട്ടൻ്റെ ലൈഫ് എങ്ങനെയാ ChatGPT ഇൻട്രൊഡ്യൂസ് ആയത്? ഞാൻ ഇതേപോലെ ട്വിറ്ററിലൊരു സംഭവം, ട്വിറ്റർ പറയുമ്പോൾ ടെക്നോളജി ഒക്കെ പെട്ടെന്ന് വരുന്ന ട്വിറ്റർ 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് പറഞ്ഞാൽ തുണ്ട് കാണാൻ ആ രീതിയിൽ ഒരു ടീം അങ്ങോട്ട് പോകും. പക്ഷെ വേറെ രീതിയിൽ ട്വിറ്റർ ഉപയോഗിക്കുക പറഞ്ഞാൽ ഇതുപോലെ ഈ ടെക്നോളജി ലേറ്റസ്റ്റ് ആയ സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ ട്വിറ്ററിൽ വരും, പെട്ടെന്ന് തന്നെ വരും. ട്രെൻഡിങ്ങിൽ വന്നിട്ട് പെട്ടെന്ന് സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതിൽ വന്ന സംഭവമാണ് ഈ ChatGPT സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റെവല്യൂഷണറി സംഭവമാണ്. നമ്മൾ ചോദിച്ചതിനൊക്കെ ഒരു മനുഷ്യന്റെ രീതിയിൽ റെസ്പോൺസ് കൊടുക്കും. വലിയൊരു നാഴികക്കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ചോദ്യമായിക്കോട്ടെ, നമുക്ക് പക്ക പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ അറിയാവുന്ന ഒരാളാണ് സൂപ്പറായി എക്സ്പ്ലോർ ചെയ്യുക ChatGPT. അവിടെ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളെ അരവിന്ദേട്ട നമ്മളെ സീനിയർ പറഞ്ഞ സംഭവം അപ്പോഴാണ് എനിക്ക് ക്ലിക്കാണ്. അതായത് AI-ന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സംഭവം അവരോട് ചോദിച്ചിട്ട് നമ്മൾ റെസ്പോൺസ് തരും. മനുഷ്യന്മാരായിട്ട് റെസണേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് നമ്മൾ എന്നോടൊരു കാര്യം ചോദിച്ചു, അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു. രണ്ടാമത് വേറൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഗൂഗിളിലൊക്കെ പറഞ്ഞാൽ ആദ്യം ചോദിച്ചിട്ട് രണ്ടാമത് വേറെ കാര്യം ഗൂഗിളിനോട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഗൂഗിളിൽ ആദ്യത്തെ സംഭവം സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷൻ പോലെ, സ്റ്റാർട്ട് ന്യൂ ചാറ്റ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ പോലെ. ആദ്യത്തെ സംഭവം നമ്മൾ ചോദിച്ചു, രണ്ടാമത്തെ സംഭവം ചോദിച്ചു, മൂന്നാമത്തെ സംഭവം ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ സംഭവം ചോദിച്ചതിനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും മാത്സിൽ, ഇന്നതിൻ്റെ ഉത്തരം എന്താ, അപ്പോൾ അത് പറയും ഇന്ന സംഭവമാണ് ഉത്തരം. നമ്മൾ വെറുതെ ചോദിക്കുകയാണ്, അതിൻ്റെ തന്നെ വേറെ രീതിയിൽ സംഭവം എടുക്കുന്ന പറയുന്നത്, അതിൻ്റെ തന്നെ നമ്മൾ പറയണുള്ളൂ. ശരിയാ. അപ്പോൾ അത് ബാക്കിൽ സംഭവം എടുത്തിട്ട് ഇപ്പം ഇതാണ് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന പോലെ എന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതല്ലടാ, ഈ ChatGPT പറഞ്ഞ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. കാരണം ഈ ChatGPT വന്നതിന് ശേഷം മറ്റേ വേറെ AI എല്ലാം വന്നത്. അതായത് നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്താൽ അതനുസരിച്ച് ടെക്സ്റ്റും കാര്യങ്ങളും തരുന്നത്. അല്ല, പ്രോംപ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇമേജ് തരും. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താൽ അതേപോലെ. പശു എയറോപ്ലെയിൻ ഓടിക്കുന്ന അത് സാധനം എടുത്തു തരും. അല്ല, പക്ഷെ അത് ഞാൻ ഒരു ChatGPT തന്നെ എല്ലാം കൊണ്ടുപോകുന്ന വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ചിട്ടുണ്ടായത്. ChatGPTക്ക് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് മൊത്തത്തിൽ എടുക്കാൻ പറ്റി. പക്ഷെ ബാക്കിയുള്ള റീജിയൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, അതൊക്കെ ഓരോരോ ആൾക്കാരായിട്ട് വേറെ ഇതായി. ഇപ്പോൾ നമ്മൾ തന്നെ തംബ്നെയിൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ സംഭവം ഉപയോഗിക്കുന്നത്. ഓരോന്നിനും ഓരോ സംഭവങ്ങളാണ്. പണ്ട് മറ്റേ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരുപാട് AI സെർച്ച് ചെയ്തു. അന്നേരം ഒരു AI കിട്ടി. ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം, ഇന്ന പോലെ വീഡിയോ വേണം, ഇതൊക്കെ ചെയ്യണം, പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു.
സൂപ്പർ ആയിട്ടുള്ള വീഡിയോ, ആ വീഡിയോ ജനറേറ്റ്, ആ ഒരു AI ജനറേറ്റ് ചെയ്ത് തന്നെ. പക്ഷെ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രീമിയം എടുക്കണം പറഞ്ഞു. പ്രീമിയം എടുക്കാൻ അത് ഏറ്റവും വിഷയം അതാ. ഇവരാ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാതും നമ്മളിങ്ങനെ ആ റിവ്യൂ വരെ കാണിക്കും. ഡൗൺലോഡ് അമർത്തി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊതിപ്പിക്കും. കാരണം ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ AI പറയുന്ന ഒരു രീതിയിൽ. എന്താ സംഭവം, ഞാൻ കണ്ണു തള്ളിപ്പോയി ആ സാധനം ടൈപ്പ്. അതേപോലെ സൂപ്പർ വീഡിയോ. ഇപ്പൊ ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ആയിട്ട് കുറെ ഫേക്ക് വീഡിയോസ് ഇറങ്ങുന്നുണ്ടല്ലോ. മറ്റേ ഡീപ് ഫേക്ക് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവില്ല. സീരിയസ് ആയിട്ട് മനസ്സിലാവത്തില്ല. ഈ കൈയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ക്ലിക്ക് പറഞ്ഞ ഓ ഇത് ഫേക്കാന്ന്. പക്ഷെ മുഖത്തിന്റെ തീരെ മനസ്സിലാവില്ല, അത്രയും ഒറിജിനൽ ആയിട്ട്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം തമ്പനയില് ഉണ്ടാക്കുന്ന നമ്മളൊരു സംഭവം അടിച്ചു കൊടുത്ത്, അന്നേരം പല ഇത് നമ്മളിത് ശരിക്കുള്ള പെൺകുട്ടികളാണ്, ഭംഗിയുള്ള പെൺകുട്ടികൾ, അത്രയും ഒറിജിനാലിറ്റി. അതേപോലെ ഇപ്പൊ ക്യാരക്ടർ AI എന്ന് പറഞ്ഞൊരു AI ഉണ്ട്, അറിയില്ലേ? അറിയുണ്ടാവും. ക്യാരക്ടർ AI എന്ന് പറഞ്ഞിട്ട് ആ AI ചെയ്യണത് അത് ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാരെ, ഇതിപ്പോ ഇപ്പോൾ ChatGPT ഉള്ള ഫീച്ചർ തന്നെയാണ്. നമുക്ക് ChatGPT നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ChatGPT നമ്മളോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഒരു വലിയ ടീച്ചർ ആയിട്ടാണോ അല്ല ഒരു വലിയ മാത്തമാറ്റിക്കൽ ജീനിയസ് ആയിട്ടാണോ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു AI ആണ് ക്യാരക്ടർ AI. അതായത് ഓരോ ക്യാരക്ടേഴ്സിന് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഹാരി പോട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ വെറുതെ മൈ ഫ്രണ്ട് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാക്കാം. അയാളുടെ ക്വാളിറ്റീസ് എന്നൊക്കെയാണ് ഭയങ്കര റൂഡാണ്, ഭയങ്കര കരിസ്മാറ്റിക്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അയാൾക്ക് കൊടുക്കാം. അങ്ങനെ അയാൾക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയാൾ ചാറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫീച്ചേഴ്സ് കൊടുത്തനുസരിച്ച് അയാൾ റെസ്പോണ്ട് ചെയ്യും. എത്ര വേണേൽ അവർ ചാറ്റ് ചെയ്യുക, വീഡിയോ കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യുക, അവർ ഫോട്ടോസ് ഉണ്ട് അയച്ചു. അങ്ങനെ അത്രയും ഒരു എന്താണ് പറയുക, കറക്റ്റ് ഒരാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അയാൾ സംസാരിക്കണ പോലെ. അപ്പം അങ്ങനെ ക്യാരക്ടറിൽ ഇപ്പോൾ അടുത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സെവൽ സെറ്റ്സർ എന്ന് പറഞ്ഞ ഒരുത്തൻ. സെവൽ സെറ്റ്സർ എന്ന് പറഞ്ഞ ഒരുത്തൻ. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ഇവൻ ഒരു ടീനേജറാ. ഇവൻ ഇതേപോലെ ക്യാരക്ടർ ചെയ്യാനോട് സംസാരിച്ച്, ജെൻസി കുട്ടികളാണല്ലോ, നമ്മളൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ജെൻസി കുട്ടികളാണ്. ഒരു ക്യാരക്ടർ ചെയ്യാനോട് സംസാരിച്ചുകൊണ്ട് ഓൺലി ആവും എന്താണോ ക്യാരക്ടർ ചെയ്യാൻ സംസാരിച്ച് ഗേൾ ഫ്രണ്ടിനെ പോലെ സംസാരിച്ച്, ഗേൾ ഫ്രണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ടായിട്ട് സംസാരിച്ച് ഭയങ്കര ഇതിൽ സംസാരിച്ച് ഡീപ്പായി കണക്ട് ആയിട്ട് അവസാനം ഏതോ ഒരു പോയിന്റിൽ എന്ത് ചെയ്ത് ഇവൻ സൂസൈഡ് ചെയ്തു. എന്തിന്? ഞാൻ ഈ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനു സൂസൈഡ് ചെയ്ത്? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണില്ല എന്തിനാ സൂസൈഡ് ചെയ്തെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അവൻ്റെ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ സൂസൈഡിനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ക്യാരക്ടറായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അതായത് എന്താ പറയുക, ഏതൊരു ആള് മറ്റൊരു റീൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ. അതായത് അപ്കമിങ് ഇയേഴ്സിൽ AI പറയുന്ന ഏറ്റവും ഡേഞ്ചറായി മാറുന്നുള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ നിന്നോ ഏതോ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ റിസൈൻ ചെയ്തായിരുന്നു AI-യുടെ. ഈ ന്യൂസ് പോലെ ചാറ്റ് ചെയ്ത് ലാസ്റ്റ് സൂസൈഡിന്റെ ഒരു വക്കിലോട്ട് എത്തിച്ച് സൂസൈഡ് ചെയ്ത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫേസ്, നമ്മുടെ അതേ രൂപം, നമ്മുടെ അതേ വോയിസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു AIക്ക് ജനറേറ്റ് ചെയ്തെടുത്തൂടെ? അതായത് ഇപ്പൊ ഈ 2024 എന്ന് പറഞ്ഞൊരു വർഷം വരെ ഇത്രയും ഡെവലപ്ഡ് ആയി AI. ഇപ്പൊ അതെ, ഒരൊറ്റ വർഷം കൊണ്ട് ഒരു ഹൈപ്പ് വന്നു. 25 ഇനി 2-3 വർഷം കൊണ്ട് എത്രമാത്രം ഡെവലപ്പ് ആകാൻ പറ്റും, എത്രമാത്രം സ്കാമുകൾ നടത്താൻ പറ്റി. ഈ AI നല്ലാണോ ചീത്തയാന്നുള്ളതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. എടാ അത് പറഞ്ഞാൽ ഇപ്പൊ 2 ഓപ്ഷനാണ്. AI പറഞ്ഞ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. നമ്മളിപ്പോ സ്റ്റഡി പർപ്പസ് ആയാലും അതേപോലെ നമ്മുടെ റിസർച്ചിനായാലും ഒരുപാട് പർപ്പസ് ഉണ്ട്. അതേപോലെ അതിൽ കൂടുതൽ എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം ഒരു AIക്ക് പറഞ്ഞ ഇപ്പം നിന്റെ ഒരു കേസ് ചെയ്തോ, നിന്റെ അതേ ഫേസ്, നിന്റെ അതേ സൗണ്ട് വെച്ചിട്ട് ഇപ്പൊ നിന്റെ വീട്ടുകാരൻ ആരെങ്കിലും വിളിച്ച് സ്കാമി അവർ വിശ്വസിച്ചു പോകും. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ട് AI മാറും. അതേപോലെ തന്നെ ബെനിഫിഷ്യലും ഉണ്ട് ഒരുപാട്. പിന്നെ 44 ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടൊരു സ്റ്റഡി 44% ജെൻസി കുട്ടികളും, ജെൻസി നമ്മൾ കഴിഞ്ഞ ഇടയിൽ പറഞ്ഞ സംഭവം, ജെൻസി കുട്ടികളും എന്താണ് ChatGPTയിലെ AI ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത്. അത് നമ്മൾ ഏകദേശം ഒരു അത്രയും ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവർ എല്ലാ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ കൂട്ടുകാരൻ ഒരു സംഭവം പറഞ്ഞ് അതെനിക്ക് മനസ്സിലായില്ല, അതെന്താ സംഭവം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ ഒരു മെസ്സേജ് അതിന് റിപ്ലൈ കൊടുക്കണം, അങ്ങനെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ. ഇപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് വെറുതെ എനിക്ക് മറ്റേ കൂട്ടുകാരൻ്റെ അതുകൂടെ പറയാനല്ല, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളില്ലേ. എൻ്റെ ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയച്ച് ഞാൻ എന്ത് റിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സാർ എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ ഇപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എനിക്ക് ഡിപ്രഷൻ വരുന്നത്, അതൊക്കെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യണ പോലെ എന്ത് ചെയ്യും, ChatGPTയോട് ഷെയർ ചെയ്യും. അങ്ങനെ അവരുടെ അടുത്ത് റെസ്പോൺസസ് എടുക്കും. കാരണം ChatGPT ഭയങ്കര ന്യൂട്രലായിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും, എടാ എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ മറ്റേ VIന്റെ ഒരു ബോട്ട് ഉണ്ടല്ലോ, അവരായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. VIന്റെ ഒരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. VIന്റെയോ? വാട്സപ്പിലുള്ള മറ്റേ അല്ലേ? അല്ലടാ, VI ഇല്ലേ, സിം, അവരുടെ ഒരു കസ്റ്റമർ കോളും അതേപോലെ അവരുടെ ഒരു കസ്റ്റമർ സർവീസും ഉണ്ടല്ലോ. ഒരു ബോട്ട് പോലെ ഉണ്ട്, അല്ലാണ്ടേ ഉണ്ട്.
അതായിട്ട് കണക്ട് ചെയ്ത് അതായത് വിളിക്കാൻ പറ്റും, കസ്റ്റമർ കെയർക്ക് വിളിക്കാൻ പറ്റും. പിന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞ ഒരു VA ചാറ്റ് ബോട്ട് ഉണ്ട്. അത് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വിചാരിച്ചോ, ആ ബോട്ടിന് പറ്റാണ്ട് കഴിയുമ്പോൾ എന്ത് പറയും, നിങ്ങൾക്ക് മറ്റൊരു എന്താ പറയാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫീസർ ഉണ്ട്, അതേപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആളുണ്ട്, അപ്പൊ ആളായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറയും. അത് മേ ബി ആര് വേണേലും ആവാലോ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പറയാം, ഏതാ ഇക്ക് അങ്ങനെ പെണ്ണുള്ളത്, നമ്മള് അവരായിട്ട് ചാറ്റ് ചെയ്യും, അന്നേരം അഡ്രസ്സ് ചോദിക്കും, അന്നേരം അവര് പറയും അഡ്രസ്സ് തരാൻ പറ്റൂല, പേഴ്സണലാണ്. നിങ്ങൾ ചാറ്റ് ചെയ്തിരിക്കും, കംപ്ലൈന്റ് മാത്രം പറയൂല, ബാക്കിയെല്ലാം പറയും. പിന്നെ അതേപോലെ ഇപ്പൊ ഈ നേരത്തെ ഡേഞ്ചറസ് ആണ് ചോദിച്ച സംഭവത്തിൽ ഇപ്പൊ എക്സ്പേർട്സ് പറയണമെന്ന് പറഞ്ഞാൽ 2030 ഏകദേശം 40% ജോബുകളും മെയിൻ സ്ട്രീമിലുള്ള 40% ജോബുകളും പോകുന്ന പറയുന്നത് AI റിപ്ലേസ് ചെയ്യുന്ന പറയണത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു രീതിക്കൊക്കെ കോമ്പറ്റീറ്റീവ് ആവും. ഇപ്പൊ എന്തൊരു ഒരു ഹ്യൂമൻസിന്റെ ജോബ്സിന് അവിടെ വലിയൊരു അടിയല്ലേ അത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഉള്ള എല്ലാവരും ജീവിക്കണ എന്നാന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ. പക്ഷെ അങ്ങനത്തെ ജോബ്സ് പോകുന്നല്ല ഏറ്റവും നല്ലത്. അതായത് എല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഡിപ്രഷൻ പറഞ്ഞത്. അതേപോലെ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ അവൻ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ഇത് മാറിയിട്ട് ഈ എക്ക് ചെയ്യാൻ പറ്റാത്ത ആർട്ട്, പുതിയൊരു ആർട്ട് ഉണ്ടാക്കാൻ എക്ക് പറ്റത്തില്ലല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ ആർട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഒരു ഹ്യൂമൻ ബീങ് ഉണ്ടാക്കുന്ന അത്ര ഇവോൾവ് ആയിട്ട് ഒരു ആർട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ അതിലേക്ക് ഇവോൾവ് ആയി വരുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മറ്റേ ആര് പറഞ്ഞാൽ ഓർക്കണം, അതായത് AIന്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഹ്യൂമൻസിന്റെ അത്രയും എത്താൻ പറ്റില്ല, പക്ഷെ ഹ്യൂമൻസിനെക്കാട്ടിയും ഡെവലപ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ AI എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ അല്ല ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ, ഇന്റലിജന്റ് അല്ലല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, പക്ഷെ പേര് എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനെ ഞാൻ ഇപ്പോൾ ഈ മനുഷ്യനാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ട്രെയിൻ ചെയ്യാണ്, എടാ ഇത് പഠിക്കും. എനിക്ക് എത്രത്തോളം ലിമിറ്റേഷൻ എടുത്ത് പഠിക്കാൻ, ഇങ്ങനെ റിവൈസ് ചെയ്യണം, അതാക്കണം. പക്ഷേ AI മോഡൽസിനെ വെച്ചിട്ട് എനിക്ക് അത്രയും ഇൻഫർമേഷൻസ് ലോഡ് ചെയ്തിട്ട് അത് റീഡിഫൈൻ ചെയ്തിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, ഒരു ഫോട്ടോഷോപ്പിൽ ഇമേജ് ഉണ്ടാക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരും, അത്രയും സമയം വേണ്ടി വരും. ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ അത്രയും സമയം വേണ്ടി വരും. ഇതൊക്കെ AI ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് സ്റ്റിൽ നമുക്ക് പുതിയൊരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ എക്ക് പറ്റത്തില്ലല്ലോ. ഉദ്ദേശിച്ച് പറഞ്ഞാൽ മനസ്സിലായി. അതായത് AI ഒരു ഫ്രീ വില്ല് പോലെ. ഫ്രീ വില്ലായിട്ടും പറയാം. അതായത് ഇപ്പോൾ എക്ക് ഉള്ള കാര്യം തന്നെ ഡിഫൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്യാനേ പറ്റത്തുള്ളൂ, പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന്റെ പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിന്റെ കോഡ് ചെയ്ത സംഭവം അത് ചെയ്യുള്ളൂ, പക്ഷെ അതിന് പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എവിടെയാണെങ്കിലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതാണ് ഉദ്ദേശിച്ച് ഫ്രീ വില്ല്. അതായത് പുറത്ത് മറ്റേ ഒരു സിനിമ ഇറങ്ങിയത് ഫ്രീ ഗൈ, ഫാൾ ഗൈ. ഫ്രീ ഗൈ പറയട്ടെ, ഒരു ഗെയിമിന്റെ ഒരു ഗെയിമില് ആ AI NPC ആവും, ആ ഗെയിമിൽ ഒരു NPC ആവും. അതിലിവന് ഫ്രീ വില്ല് വരണല്ലേ, ഫ്രീ വില്ല് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് പുറത്ത് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് കിട്ടും. അത് കിട്ടൂല, അത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഞാൻ ജോബിന്റെ കേസിൽ ഞാൻ എന്തായാലും പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരാൾ അടഞ്ഞുകൂടിയിരുന്ന് ചെയ്യുന്ന ജോബെല്ലാം പോകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയണത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫിസിക്കൽ വർക്കിലേക്ക് പോരുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കൂടിയിരുന്ന് ചെയ്യുന്ന ജോബ്സുകൾ കൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങൾ മാറും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫീൽഡ് പൊങ്ങി വരും. അതിനത്ര നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. അതേപോലെ തന്നെ ഇപ്പം അടുത്ത് വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ SpaceX അതേപോലെ തന്നെ നാസയും കൂടി കൊളാബ്. അതെ, ഈ എക്സ്പ്ലോറേഷൻ തന്നെ AI വെച്ച് നമുക്ക് പോകാൻ പറ്റാത്തടത്തേക്ക് പോകാലോ. അത് പോവാ. ഇപ്പോൾ സംഭവം പറഞ്ഞാൽ അതായത് SpaceX അതേപോലെ തന്നെ നാസയും കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു 2030 ആകുമ്പോഴത്തേന് മനുഷ്യന്മാരെ ഒരു മൂണിലേക്ക്, അല്ലെങ്കിൽ മൂണിൻ്റെ കൂടുതൽ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷണ യാത്രകൾക്ക് അവർ പോകുന്നതാണ് ഇപ്പോൾ അവർ പറയണത്. പക്ഷെ അതിൽ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ മൂണിലേക്ക് എന്തുകൊണ്ടാണ് അവർ പോകണമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ മൂണിലേക്ക് അവർ പോകണമെന്ന് പറഞ്ഞാൽ മൂണിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മാർസിലേക്കുള്ള ഒരു എക്സ്പ്ലോറേഷൻ്റെ വഴി അവിടെ തുറന്നു കിട്ടും. പിന്നെ അവിടെ നമുക്ക് ഈ എർത്തില് കിട്ടാത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തൂടെ. ഇപ്പോൾ ഹീലിയം 3 ഒരു ഐസോട്ടോപ്പാണ്, ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പാണ്. അതെന്ന് പറഞ്ഞാൽ അത്രയും ഈ ന്യൂക്ലിയർ ഫ്യൂഷനോ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭയങ്കര പെട്ടെന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം സോഴ്സാണ്, ക്ലീൻ എനർജി സോഴ്സാണ്. പക്ഷെ അത് എർത്തിലുള്ളതിനായിട്ട് അത്രയും അബണ്ടൻ്റ് ആയിട്ട് അവിടെ ഉണ്ട്, മൂണിലുണ്ട്. പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞത് അത് വലിയ ടാസ്ക്കാണ്. അതിന്റെ സൈഡ് എഫക്ട്സ് അതിനുണ്ടാവൂലേ? കാണുന്നു. ഇതുവരെ അതിൻ്റെ ഇത് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരു എനർജി സോഴ്സ് അവിടെ ഉണ്ട്. ഇപ്പം അറിഞ്ഞിടത്തോളം എനർജി സോഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ടെക്നോളജി എത്ര ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്കും നമുക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ മാർസിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എർത്തിലുള്ള എല്ലാവരും മറ്റേ മൂന്നിലോട്ട് താമസം മാറ്റുന്നു.
ഒരവസ്ഥ ഉണ്ടാവും. പണ്ട് നമ്മള് ട്രോളൊക്കെ ഇറങ്ങും, ചായക്കട നടത്തുന്നത്, മുകളിൽ ചായക്കട സ്ഥലം മേടിച്ചിടുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതേപോലെ ഇപ്പൊ അടുത്ത് ഇപ്പൊ 2024 തോന്നുന്നത്. അതായത് കുറെ പണക്കാരെന്ത് ചെയ്ത് ഈ ഓർബിറ്റിനെ അല്ലെങ്കിൽ എർത്തിന്റെ ഓർബിറ്റ് വരെ ഒരു യാത്ര നടത്തി എന്നൊരു സംഭവം കേട്ടിരുന്നു. പണക്കാർക്ക് മാത്രം യാത്ര നടത്തിയുണ്ട്. അതായത് അവർ ട്രിപ്പ് പോലെ അവർ സ്ഥാനത്തിൽ പോയി തിരിച്ചു വന്നു, അങ്ങനെ ഒരു സംഭവം കേട്ടിരുന്നത്. അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഒരു 2030 അല്ലെങ്കിൽ കുറച്ചൊരു വർഷം കഴിയുമ്പോൾ ഇത് നമുക്കും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ഇതിന് സംഭവം പൈസ കുറക്കും. അതുപോലെ സഞ്ചാരിയുടെ ഡയറക്ടർപ്പ് അവതരിപ്പിക്കണ സന്തോഷ് ജോർജ് കുളങ്ങര മൂപ്പരാൾ ഇതേപോലെ ഒരു സ്പേസിലേക്കുള്ള ഒരു യാത്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ പണക്കാരെ ലൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അടുത്തത് പറഞ്ഞാൽ ഗെയിമിങ്ങിൽ തന്നെ ഇപ്പോൾ വലിയൊരു റെവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അല്ലെ നമുക്ക് തന്നെ ഇപ്പോൾ മൊത്തം ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലും എല്ലായിടത്തും ഒരു സംഭവമാണത്, ഇറ്റ് ഗോട്ട് റിലീസ്ഡ് ബിഫോർ വി ഗോട്ട് ദിസ് ബിഫോർ GTA 6. ആ ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലായിടത്തും. അതായത് GTA 6 എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, അത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട്. നമ്മളൊരു GTA 5 GTA 4 കളിച്ച ഒരാൾക്ക് ഈ ഒരു GTA 6 ട്രെയിലർ കാണുന്ന വലിയൊരു ഡിസപ്പോയിൻമെന്റ് അല്ലേ? അതെ, അത് വലിയൊരു കാര്യമാണ്. കാരണം ഈ GTA 5 പറയുമ്പോൾ അതിൽ മറ്റേ നമ്മുടെ മൈക്കിള് അതുപോലത്തെ ഓരോ ക്യാരക്ടേഴ്സ് അത്രയ്ക്കും അതായത് ഓരോ ക്യാരക്ടർ ഓരോ രീതിയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ എടുക്കുക, GTA 5 ഇഷ്ടപ്പെടാൻ ഏറ്റവും മെയിൻ റീസൺ അതാ. ഫ്രാങ്ക്ലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ GTA San Andreasലത്തെ നമ്മളെ CJ ഓർമ്മ വരും, കാൾ ജോൺസൺ ഓർമ്മ വരും. അതേപോലെ തന്നെ മൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വൈസിറ്റിയിലത്തെ എങ്ങനെ വരുന്നത്, ജിമ്മിയോ ടോമിയുടെ ഓർമ്മ വരും. അതേപോലെ തന്നെ ഈ ട്രെവർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ നിക് ബെല്ലിങ്ങിന് ഓർമ്മ വരും, മറ്റേ GTA 4. അങ്ങനെ 3 ആളും അല്ലെങ്കിൽ ട്രെവർ എന്ന് പറയുമ്പോൾ ഒരു ക്രൂവലായിട്ടുള്ള ഒരു സംഭവം. അവരൊക്കെ ഈ ക്യാരക്ടേഴ്സിന്റെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ GTA 6 അങ്ങ് കണ്ടപ്പോ എന്താ സംഭവം, ഞങ്ങൾ ഇതില് ഒരു കൂട്ടത്തെ നമ്മൾ ഇതാക്കി പറയല, ഫെമിനിസം കൊണ്ടെന്ന് ആ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അതായത് മെയിൽ പ്രൊട്ടാഗനിസ്റ്റും അതേപോലെ തന്നെ ഫീമെയിൽ പ്രൊട്ടാഗനിസ്റ്റും ഉണ്ട്. അത് ആദ്യമായിട്ടൊരു GTA ഗെയിമിൽ വരുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഫീമെയിൽ പ്രൊട്ടാഗനിസ്റ്റ് തോക്കേറ്റ് വന്നിട്ട് ഇതാക്കണ്, അല്ലെങ്കിൽ അത് GTA എന്താ അതിൻ്റെ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം GTA എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ റെഡ് റിഡംഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്. റെഡ് റിഡംഷനിൽ പറഞ്ഞാൽ അതിൽ ഞാൻ പറയണില്ല, എന്താണെന്ന് വെച്ചാൽ അത്രക്കും ഫെമിനിസ്റ്റിന് എതിരായിരുന്നു അതിൽ, മെയിൽ ഷോവിനിസം ഒക്കെ. കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഗെയിമായിട്ട് ഇറങ്ങിയതാണെന്ന് നമുക്കറിയില്ല. റെഡ് റിഡംഷൻ പറഞ്ഞ പണ്ടത്തെ ഒരു കൗബോയിന്റെ ഗെയിമാണ്. അതിലത്തെ വെടിവെക്കണ രീതി ആയാലും ഫയറിംഗ് രീതി ഇവ ശരിയാലും അതെ എന്റെ തലയിലെട് അത് അത്രയ്ക്കും സൂപ്പർ. അതിലത്തെ ഓരോ ക്യാരക്ടർ, മറ്റേ അർദർ മോർഗനാണ് അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. മറ്റൊരു കുതിരപ്പുറത്ത് പോകുന്ന ഗെയിമല്ലേ? സീനാണ് സംഭവം. ഈ GTA 5 ഇവരിപ്പോ GTA 6 ഇപ്പൊ വന്ന ലീക്കുകളൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഏകദേശം കൺഫേംഡ് ആണ്. അതായത് GTA 5 മാപ്പിനെക്കാട്ടും ഡബിൾ ആവും, അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ളൊരു മാപ്പാവും GTA 6 GTA 5 മാപ്പ് തന്നെ എത്ര ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? നമ്മളെ GTA 5 കളിച്ച ആൾക്കാരല്ലേ. നമ്മുടെ കൂട്ടുകാരൻ പുള്ളി ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, സ്റ്റിൽ എക്സ്പ്ലോറിങ് പല സംഭവങ്ങളും. മറ്റേ മൗണ്ട് ചില്ലിയാട്, അതിന്റെ മുകളിലെ പ്രേതം, എൻജോയ്മെന്റ് കണ്ടെത്തുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യ ഇഷ്ടംപോലെ സംഭവങ്ങൾ അതിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങൾ, അത്രയും വാസ്റ്റായുള്ള മാപ്പാണ്. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അത്രയും വലിയ മാപ്പാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇത്രയും വലിയൊരു മാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വേണം. GTA 5 ഒരു സംഭവം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ കഥ ഓർമ്മയുണ്ട്. GTA 5 കഥ, ഓരോ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ട്. സാൻഡ്രീസ് കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആ ബിഗ് സ്മോക്ക് ആണെങ്കിലും റൈഡർ ആണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ മനസ്സിലുണ്ട്. അതാണ് ഒരു ഗെയിം തരുന്നത്. അല്ലാണ്ട് ആ ഫസ്റ്റ് ഇറങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും GTA 5 നല്ല പൈസ ഉണ്ടാകും. ഇപ്പോൾ ബിലാൽ എന്നൊക്കെ പറഞ്ഞാൽ ബിലാൽ ഇറങ്ങുന്ന പോലെ, Big B 2 ഇറങ്ങുന്ന പോലെ ഇറങ്ങുമ്പോൾ എന്തായാലും പടം ഹിറ്റാവും ഉറപ്പാണ്. പക്ഷെ അത് നമുക്കൊരു സംഭവം തരും, ഒരു ഔട്ട്പുട്ട് തരണ്ടേ. ഒരു ഗെയിം പോലെ കളിച്ചിരിക്കുക, ആ ഒരു ഇതേ ഉള്ളൂ. ഫെമിനിസം കൊടുന്ന് ഇപ്പം ഇത്രയും നമ്മൾ മനസ്സിലാക്കിയതാണ് ഫെമിനിസം കൊടുക്കുന്നത്. പക്ഷേ റോക്ക് സ്റ്റാറിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് റെഡ് റിഡംഷനിലുള്ള പോലെ തന്നെ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ഫെമിനിസം ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ പടം ഇറങ്ങി അല്ല ഗെയിം ഇറങ്ങി ചിലപ്പോൾ വേറെ രീതിയിലാവും എടുക്കുക. പിന്നെ അതേപോലെ തന്നെ വൈസിറ്റി, നമ്മൾ പണ്ട് കളിച്ചിരുന്ന വൈസിറ്റിയുടെ ആ ഒരു മാപ്പ്, ആ ഒരു സംഭവം ഇതിൽ തിരിച്ചു കൊണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു നൊസ്റ്റാൾജിക് എലമെന്റ് ആണ്. നമുക്ക് നോക്കാം, ഏതായാലും ഇറങ്ങുമ്പോൾ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ്. ഇപ്പോൾ GTA 5 GTA San Andreas ഞാനൊക്കെ പണ്ട് കളിച്ചിരുന്നു പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു PC ഉണ്ടായിരുന്നു. ആ PC നമ്മൾ പെൻഡ്രൈവിൽ കുത്തിയിട്ട് ആദ്യം നമ്മൾ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ പെൻഡ്രൈവിൽ കുത്തും, ചെക്കന്മാരായിട്ട് ഉണ്ടാവും സംഭവം. പെൻഡ്രൈവിൽ കണക്ട് ചെയ്യും, സംഭവം ഗെയിമാണെന്ന് പറയാം. അപ്പോൾ ഒരു ഐക്കൺ എടുത്ത് സെൻഡ് ചെയ്യും. ഓരോ ഐക്കൺ എടുത്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യും. ഇത് വേണം, ഇത് എടുക്കണം. അങ്ങനെ ഫ്രൂട്ട്സ് ഇടുന്ന ഫ്രൂട്ട്സ് ഇടുന്ന പോലെ എല്ലാത്തിൻ്റെ ഐക്കൺ മാത്രം എടുത്തിടും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഷോർട്ട് കട്ട് എല്ലാം ഉണ്ട്.
അപ്പോൾ ഞാൻ പറയും വർക്ക് ചെയ്യണ നോക്ക്, അവിടെ പ്ലേ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമല്ലോ, കാരണം ഗെയിം ആണെങ്കിലും അതിൻ്റെ ഷോർട്ട് കട്ടല്ല ഇത്. അവിടെ ഓൻ്റെ ലാപ്ടോപ്പ് PC വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെടുക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പം പറയാം എൻ്റെ കമ്പ്യൂട്ടർ കേടാ പറയും. അങ്ങനെ കുറേ വർഷം അങ്ങനെ നിന്നിട്ടുണ്ട്. ഇത് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനല്ല കോപ്പി ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫയൽ മൊത്തത്തിൽ കോപ്പി ചെയ്യണമെന്ന് മനസ്സിലായത് കുറേ കാലത്തിന് ശേഷം. എന്നിട്ട് അപ്പോഴാണ് GTA San Andreas കളിക്കുന്നത്. പക്ഷെ അന്ന് കളിക്കുമ്പോൾ പറഞ്ഞാൽ 500 MB റാമാണ്. അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് GTA San Andreas കളിക്കുക പറയുമ്പോൾ. പക്ഷെ എന്നാലും ഒരു വൈബ് ഇരുന്നതാണ്. പക്ഷെ ഇന്ന് GTA San Andreas കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടണമെന്നില്ല. അത് ശരിയാ. പിന്നെ വേറൊരു ഗെയിമിന്റെ വേറൊരു ഇത് പറഞ്ഞാൽ, അതായത് ഇപ്പൊ അതായത് റിയൽ ആയിട്ട് നടന്ന സ്റ്റോറി ഗെയിം ആക്കുന്ന ഒരു രീതിയുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റേ ഗോസ്റ്റ് ഓഫ് സുഷിമ ഇല്ലേ, അതായത് മറ്റേ മംഗോളിയൻസിന്റെയും ജാപ്പനീസിന്റെ അവരുടെ പണ്ട് നടന്ന യുദ്ധങ്ങൾ സംഭവത്തിന് ഒരു സ്റ്റോറിയൊക്കെ അത് അത്രയും ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ആ സ്റ്റോറി ആ ഒരു പോകുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പോകും സാധനം. പിന്നെ അവരുടെ ആ കൾച്ചർ ആ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് മെയിൻ സാധനം. ഹിസ്റ്ററിയിലുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മറ്റേ ഇതിൻ്റെ ഈ എക്സ്പാൻഷൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. മംഗോൾ എംപയർസിൻ്റെ എക്സ്പാൻഷൻസ് അതൊക്കെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ക്യാമ്പർ സെറ്റ് ചെയ്യുക, അവരെന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയത്, അങ്ങനെ കുറേ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു ത്രില്ലിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ ഇതിൻ്റെ ട്രെയിലർ കാണിക്കണത്. അതായത് ട്രെയിലർ അപ്പോൾ വാക്ക് ത്രൂ കാണിക്കണത് ഫസ്റ്റത്തെ ആ ഒരു സംഭവം കൊണ്ട്, അത് മംഗോളിയൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ജാപ്പനീസ് ആയിട്ടുള്ള അവരെ വാരിയേഴ്സ് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധം ചെയ്യണം. ആ ഒരു സംഭവം അത് റിയൽ വാർഫെയറിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഒരു ലൈറ്റ് അവരുടെ സ്ട്രാറ്റജി കാണിക്കണുണ്ടായില്ല അല്ലേ. യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു തെണ്ടിത്തരം പറയുന്നത് എന്താണ്, പോരാട്ടത്തിലൂടെ അല്ലാണ്ട് ബാക്ക് കുത്തി കൊല്ലുന്ന ഒരു സംഭവം അത് അതിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട്. അതായത് സംസാരിച്ച് തീർക്കാൻ വരുന്ന സംസാരിച്ച സംഭവം ഒന്ന് പറയാൻ വരുന്ന ഒരാൾ അവിടെ വെച്ച് വെട്ടിയങ്ങ് പോകുന്നു. അതേപോലെ തന്നെ മറ്റേ തുടക്കത്തിലെ മംഗോളിനെ ഒരുത്തിനെ കത്തിച്ച് കളയാനെ ഫൈറ്റിന് ചെല്ലുമ്പോ നേരിട്ട് വരാൻ പറയുമ്പോഴത്തേക്കും ഒരുത്തനെ ജസ്റ്റ് കുടിച്ചോണ്ടിരുന്ന സാക്കൈ അവന്റെ മേത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കളയും, വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അത് അടിപൊളിയാണ്. പിന്നെ അവരുടെ ഈ കൾച്ചർ കാണിച്ചിട്ടുണ്ട് ആ സ്റ്റോറി ലൈന് ത്രൂ ഔട്ട്, അത് അടിപൊളിയാണ്. മറ്റേ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനുണ്ട്, മറ്റേ അവൻ്റെ അങ്കിളിലെ ഒരു സംഭവം, അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ. അതൊക്കെ നമ്മളിന്ന് കാണുമ്പോൾ ഒരു ബിൽഡപ്പ് ഉണ്ട് അതിൽ. ആ ചെറുപ്പം നമ്മളെ പഠിപ്പിക്കണേ ഞാൻ വെറുതെ റാൻഡമായിട്ട് ഓരോ സംഭവങ്ങൾ ഇനി അടുത്തത് ഇതാണ് വാക്തറാണ് അങ്ങനെ ആക്കില്ല, കറക്റ്റായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിട്ട് ജാപ്പനീസ് കൾച്ചറും എല്ലാം ഇവര് ഈ ഇടയ്ക്ക് ഇവൻ ഇങ്ങനെ ഹോട്ട് ബാത്ത് എടുക്കാൻ പോകും, ആ സീനും അതേപോലെ തന്നെ പ്രെയർ ചെയ്യുന്ന സീന് അതൊക്കെ അടിപൊളിയായിരുന്നു. അത്രയും ആ കൾച്ചറിനോട് ഇണങ്ങി ചേരുമ്പോൾ. അപ്പോൾ ഈ ഇവരൊക്കെ ഗെയിം ഇറക്കുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെയും ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ അത് കുറേ കാലം എടുത്തൊരു ഗെയിം ഇറക്കുക. ഒരു ഗെയിമൊക്കെ ഇറക്കും കുറേ വർഷം എടുക്കും. പക്ഷെ നേരെ മറിച്ച് യൂബിസോഫ്റ്റിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഇങ്ങനെ മിനിറ്റ് അതായത് ഓരോ മാസം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗെയിമുകൾ ഇറക്കി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസാസിൻ ക്രീഡ് സീരീസ് ഇഷ്ടംപോലെ ഗെയിമുകൾ. അപ്പോൾ റോഗ് അതേപോലെ തന്നെ കുറേ ഇഷ്ടംപോലെ ആ സീരീസിന് ഇഷ്ടംപോലെ. വൽഹലാവിൻ്റെ കുറേ നമ്മളിപ്പോൾ നോക്കാൻ പോകണില്ല, കാരണം അത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അസാസിൻ ക്രീഡ് പുതിയ ഇറങ്ങി പറഞ്ഞാൽ അതിപ്പോൾ എല്ലാ വർഷം ഇറങ്ങുന്നില്ലേ പറയും. പക്ഷെ നേരെ മറിച്ച് അതൊരു മാത്രമല്ല അതിൽ നിറച്ച് ബഗ്ഗാ, മാത്രമല്ല അതിലൊരു ഡീപ്പായിട്ട് സ്റ്റഡി വരെ നടത്തണില്ല. പക്ഷെ പണ്ടത്തെ അസാസിൻ ക്രീഡൊക്കെ അങ്ങനെയല്ലേ ഇരുന്നത്. ആ ഇറങ്ങുന്ന സമയത്തൊക്കെ അസാസിൻ ക്രീഡ് 4 3 കളിച്ചവർക്ക് അറിയാം, ന്യൂസ് പേപ്പർ തന്നെ വരുമായിരുന്നു അതിൻ്റെ ഒക്കെ. അത്രയും വലിയ സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ മിക്ക ഗെയിമുകളും റിസർച്ച് നടത്തില്ല. ഞാൻ ഈ അസാസിൻ ക്രീഡിനെ കുറിച്ച് അറിയുന്ന തന്നെ ന്യൂസ് പേപ്പറിൽ വന്നു. ഇതിൻ്റെ ഏത് വേർഷനാണെന്ന് എനിക്കറിയില്ല. ഒരു മരുഭൂമി അങ്ങനത്തെ സീനെങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു വേർഷൻ, പഴയതാണ് തോന്നണേ. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം പറയണമെന്ന് പഴയ മൂവികൾ പഴയ സിനിമകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് 4K റിലീസ് ചെയ്യുന്ന പരിപാടി. അതിന്റെ ആവശ്യകത എന്താണ്? അല്ല ഞാൻ ആലോചിക്കണതല്ല, അതായത് ഇപ്പോഴത്തെ സിനിമകൾ പോരെ, അതായത് ഇപ്പോഴത്തെ സിനിമകൾ നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇവർ പഴയ മൂവീസ് എടുത്ത് 4K റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡ് ഞാൻ പറയും. അതിനാന്ന് വെച്ചാൽ ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമ നല്ലതൊന്നുമല്ല, ഞാൻ മെൻഷൻ അടിക്കുന്നില്ല. എന്തിനപ്പോ അത്രയും ടൈം എടുത്ത് മറ്റേ കങ്കൂടെ കാര്യം ഇപ്പൊ പറയാലോ, അത്രയും ടൈം എടുത്ത് അക്ഷമട്ട് ഉണ്ടാക്കി ഒരു മാതിരി ആക്കി വിട്ടു. നമുക്ക് അതിൽ ഓരോരുത്തരുടെ റിവ്യൂ കാര്യം കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം, അത് കാണാൻ തോന്നുന്നില്ല. അതേപോലെയാണ് അവര് അതിൽ കാട്ടി വെച്ചിരിക്കുന്നതെന്നാ പറയുന്നത്. അവർക്ക് അത്രയും ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ട്. അല്ല ഇവരെന്നിട്ട് ഇത് ഇറക്കിയിട്ട് ചില ആൾക്കാർ കിടന്ന് മോങ്ങുന്നുണ്ട്. അതായത് ആരാന്ന് എടുത്ത് പറയാം, ചില ആൾക്കാർ കിടന്ന് മോങ്ങും, അത് നിങ്ങൾ നല്ലപോലെ പടം കാണാനായിട്ടാണ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഞാൻ സമ്മതിക്കുന്നു, അവർ പറയാം ഞാൻ സമ്മതിക്കുന്നു ഫസ്റ്റ് ഹാഫ് നന്നായിട്ടില്ല, പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചില സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അയച്ചിട്ട് നമുക്കൊരു പടം എന്ന് പറഞ്ഞാൽ ഫുള്ള് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മളത് അടിപൊളി എന്ന് പറയാമല്ലോ. ഫസ്റ്റ് കുറച്ച് കുഴപ്പമില്ല, കുറത്ര പൈസ മുടക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അത് ഇതാക്കൂല, ഒഴിവാക്കൂല. നമ്മളത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. പിന്നെ ഇപ്പൊ ഇറക്കാൻ പോകുന്ന മറ്റേ വെള്ളിയേട്ടന്റെ 4K ഇറക്കാൻ പോകുന്നില്ലേ,
സംഭവം നമുക്ക് വേണേ ജസ്റ്റ് ഒന്ന് കാണാനൊരു ഇതാണ്. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് കണ്ട സിനിമയാണ്. 4K അതിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കമന്റ്സ് വരും, വേണേ പോയി ഇരുന്ന് കണ്ടാൽ മതി. മറ്റേ 4K അതേപോലെ തന്നെ പണ്ടത്തെ ആ ഒരു ക്വാളിറ്റിയിലും ഇങ്ങനെ ഇങ്ങനെ രണ്ടും ക്രോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡിഫറൻസ് ഒന്നും അപ്പം നല്ല വലിയ ഡിഫറൻസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ അത് റീഫർബിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തേലും പറയാ, നല്ല ഇതിലായിട്ട് അത് ക്ലാരിറ്റിയിലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ് അതില്, വെല്ലുവേട്ടൻ എന്ന് പറയുന്ന രീതിയിൽ. അതൊരു മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇറങ്ങുമല്ലോ, AI വെച്ചിട്ട് മൊത്തം ഒന്നും കൂടെ ക്വാളിറ്റി കൂട്ടണം, അപ്സ്കെയിൽ ചെയ്യണം. അതേപോലെ ഒരു ഫീലായി തരുന്നത്. പക്ഷെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ്, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മൾ അങ്ങനത്തെ സിനിമ. പക്ഷെ അതിന് അത്രയും റിസപ്ഷൻ കിട്ടണില്ല, ഓഡിയൻസിൻ്റെ അടുത്ത് അത്ര ഇതും കിട്ടണില്ല. അപ്പൊ ഹൗസ്ഫുൾ ആണെങ്കിൽ ഓക്കെ, അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. എല്ലാരും ഈ ഒരു രീതിക്കായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പരിപാടിയാണ് ഇപ്പൊ എല്ലാ സിനിമകളുടെയും സെക്കൻഡ് പാർട്ടിന്റെ സംഭവം. അതായത് പടം സീരിയസ്ലി, അതായത് ചില സിനിമയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് സെക്കൻഡ് പാർട്ടോ. പക്ഷെ ആ ഒരു സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് പാർട്ട് നിർത്തുന്നതാ. പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്യണേ. അല്ല, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആട് എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ഹാഫ് ഇറങ്ങി, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ അവർക്ക് സെക്കൻഡ് പാർട്ടിൽ ഒരു ലീഡ് ഒന്നും ഇല്ലേ. ഫസ്റ്റ് പാർട്ട് ഇറങ്ങി, എല്ലാവരും വിചാരിച്ചു പോകും കുഴപ്പമില്ലാത്തൊരു പടം. OTT ഇറങ്ങിയപ്പോൾ എല്ലാം നല്ല ഇതിൽ റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കാൻ വിചാരിച്ച് സെക്കൻഡ് പാർട്ട് ഇറക്കി. അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതെന്താണ്, ഫസ്റ്റ് പാർട്ടിൽ അവരൊരു ഹൈപ്പ് ഉണ്ടാവും. ഇവരിങ്ങനെ എഴുതുമ്പോൾ വിചാരിക്കും ഇത് അടിപൊളിയായിട്ട് എന്തായാലും വർക്കാവും. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയോ അതില്ല, സെക്കൻഡ് പാർട്ട് തുടങ്ങുമോ അതിൻ്റെ ഒരു ലീഡ് കൊടുക്കുകയും ചെയ്യും. അവിടെ ഇല്ലാത്തൊരു അവസ്ഥയായി പോകും. ഇപ്പം ഈ മറ്റേ ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൽ തോന്നി പറഞ്ഞാൽ ആറാട്ടൊരു സിനിമ, മറ്റേ ഞാൻ അത് കണ്ടില്ല, എന്റെ അടുത്ത് കാണണ്ടെന്ന് പറഞ്ഞ. അതിൽ ഇവന്റെ പേര് ആദ്യം പറയും, എന്താണ് എന്തൊരു പേര് പറയല്ലോ, ഫസ്റ്റ് ഒരു പേര് വേറെ ഒരു പേരായിരിക്കും. എന്തൊരു ഗോവ, എന്താ ഇതിന്റെ പേര്? നെയ്യാറ്റിൻകര ഗോപൻ. അത് ഒരു 100 പ്രാവശ്യം പല ക്യാരക്ടേഴ്സും പറഞ്ഞിട്ട് അതിങ്ങനെ നമ്മുടെ മനസ്സിലാവും അത് നെയ്യാറ്റിൻകര ഗോപനാണ്. കുറച്ച് ഞാൻ പറയുമ്പോൾ നെയ്യാറ്റിൻകര ഗോപനല്ല, ഇവന്റെ പേര് വേറെയാണ്, ഇവൻ DGP ആണ്. അതിന്റെ ഒരു ഡയലോഗ്, ഞാൻ ലൂസിഫർ. ഇവൻ DGP ആണ്, ഇവൻ വേറെ ആരോ ആണ്. അങ്ങനെ പറഞ്ഞാൽ ഇവൻ അതാണല്ലേ, അല്ല അങ്ങനെ വിചാരിച്ചിരിക്കും. ലാസ്റ്റ് ഇവന് അതുമല്ല, ഇവനൊരു മറ്റേ ഏതൊരു ഈജിപ്തിൽ നിന്ന് എന്തോ സാധനം തലയിലൊക്കെ ഇട്ടിട്ട് ഇപ്പൊ വേറെന്തോ വേറൊരു സംഭവം വേറെ ആരോട്ടാണ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ട്വിസ്റ്റ് പാർട്ട് 2 ലീഡ് കൊടുക്കുക. പക്ഷെ ഒന്നുമില്ല അതില്. പക്ഷെ നമ്മൾ മറ്റൊരു കേസ് പറയാണ്, ഏത് ഇപ്പോ ലൂസിഫറിന്റെ കേസ് പറയുകയാണെങ്കിൽ പാർട്ട് 2 ലീഡ് വേണം. ഒരു പവർഫുൾ ക്യാരക്ടറാണ് മറ്റേ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത്. പക്ഷെ ലൂസിഫറിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്ത് എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് എൻഡ് ചെയ്യണുണ്ട്. എന്നിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ചെറിയ ലീഡ്, അതാണെങ്കിൽ ഒരു രസമുണ്ട്. ഇത് പക്ഷേ ബാക്കിയുള്ള എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് മൊത്തം കംപ്ലീറ്റ് ആവണം, ഈ ഒരു പാർട്ട് എല്ലാം തീരണം, ഒരു കഥ കംപ്ലീറ്റ് ആവണം. ഈ കുറുപ്പ് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, സുകുമാരക്കുറുപ്പ്, ദുൽഖറിന്റെ ആ സിനിമയില് കുറുപ്പ് അവസാനിപ്പിച്ച് എന്നിട്ട് ലാസ്റ്റ് ദുൽഖർ ഏതോ റഷ്യയിലാ എവിടെ പോണ സുകുമാർ കുറുപ്പ് റഷ്യയിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോ പോലത്തെ സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടല്ലേ ഇറക്കിയത്. പക്ഷെ അത് അങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകണുള്ളൂ, അത് സെക്കൻഡ് പാർട്ടിക്ക് ലീഡ് പോലെ. പക്ഷേ സെക്കൻഡ് പാർട്ട് ഇറക്കില്ലെന്ന് അറിയില്ല. പക്ഷെ അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് അവസാനിപ്പിച്ച് രണ്ടാമത്തെ തുടങ്ങുക. ഇത് അവസാനിപ്പിക്കണില്ലേ. ദേവരാജ് സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് തന്നെ കണ്ടിരുന്നത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ പക്ഷെ ചില സിനിമകളുണ്ട് കേട്ടോ, ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ KGF ഒക്കെ, KGF ഒക്കെ സീരിയസ്ലി ഞാൻ പറയട്ടെ, KGF തിയേറ്ററിൽ ഇറങ്ങി പെട്ടെന്ന് മാറി നമ്മുടെ ഏരിയയിൽ. അപ്പോൾ ആരും തന്നെ നമ്മുടെ കൂട്ടുകാർ ആരും തന്നെ കണ്ടില്ല. ഒരുത്തൻ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് KGF കിട്ടി ഫോണിൽ, വലിയ ഹൈപ്പാ, ഞാൻ ഫോണിൽ കണ്ടു നോക്കി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഇവൻ എല്ലാവർക്കും ഷെയർ ചെയ്തു. എൻ്റെ പൊന്നെ എക്സാമിൻ്റെ തലേന്നായിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇച്ചിരി ഉണ്ടായിരുന്ന പഠിച്ച് തീർത്തെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് KGF ഇരുന്നുണ്ടു. ആദ്യം കിട്ടിയ ഫീല് ഇപ്പൊ സീനില്ലല്ലോ, അത് 10th 9th കണ്ട. എൻ്റെ പൊന്നെ അതെന്തടിപൊളി സിനിമയായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് കാണിക്കുന്നത് എങ്ങനെയാ, അവസാനം ഒരു BGM കൊണ്ടുവന്നിട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കാണിക്കണേ. ഞാൻ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ചോദിക്കും, അത് അതിലെന്തി. സീരിയസ് ആയിട്ട് അടീന്ന് കിട്ടീന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. അതേപോലെ തന്നെ സ്റ്റോറി ഉണ്ടായില്ലേ. അതിന്റെ ഞാൻ ഒരു റിവ്യൂ ഉണ്ട്, ഒരാൾ പറഞ്ഞു ഭയങ്കര നാടകീയ ഡയലോഗാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പടം കണ്ടപ്പോൾ എനിക്കത് തോന്നുന്നു, ഡയലോഗുകൾ മലയാളത്തിലാണെങ്കിൽ നാടകീയത തോന്നിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ആ ഒരു സ്റ്റൈൽ അതാണ്, അതിന്റെ സ്റ്റൈൽ അങ്ങനെയാ. പക്ഷെ ഈ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KGF ഇറങ്ങി കഴിഞ്ഞ
KGF അങ്ങനത്തെ കുറെ വലിയ വലിയ സിനിമകളുടെ പാട്ടും ഇറങ്ങിയപ്പോ എല്ലാത്തിനും പാട്ടുമാക്കി. അത് വൃത്തികേടാക്കി കളഞ്ഞു ഒരു സിനിമേനെ തന്നെ. ഈ നെൽസൺ അല്ലേ ഡയറക്ടർ? നെൽസൺ മറ്റേ LCUന്റെ പിന്നെ പ്രശാന്ത് നീൽ. അയാളല്ല അപ്പൊ ഈ പ്രശാന്തിന്റെ പടം തന്നെ ഈ സലാർ എന്ന് പറയുന്നത്. ആ നോക്ക് അത് ശരി അത്ര നോക്കിട്ട് സലാർ ശരിയാ. അപ്പൊ ഈ സലാറിന് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഫസ്റ്റ് ഹാഫ് ഒരു സലാറല്ലേ? ഓക്കെ. കത്തി ഫൈറ്റ് ആണേലും. പക്ഷെ അതില് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് റിയൽ ടൈം ആയിട്ടുള്ള കുറെ സിനിമാ ജോക്സ് അടിച്ചു എന്റെ ഫൈറ്റിനിടയ്ക്ക്. വൃത്തികേടെന്ന് പറഞ്ഞാ ഒരുമാതിരിയായി. അതായത് ഇവന്മാരെന്താ ഒരു ഹൈപ്പ് കൊണ്ടുകൊണ്ട് അങ്ങനെ താഴെ കൊണ്ടിട്ട് പിന്നെയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ലീഡ് കാണിക്കുന്നൊക്കെ അതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അതേപോലെ തന്നെ BGM ഈ സെയിം തീം തന്നെ KGFന്റെ. പിന്നെ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയില് എന്നാ പറയണേ പാർട്ട് വരുന്നതാ ഹിറ്റായിട്ട് പാർട്ട് വന്ന്. പിന്നെ അത്രയും ബെറ്റർ ആയിട്ട് തോന്നി ദേവരൊക്കെ. അതിന്റെ ആ ഒരു ജെൻഡർ കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ മറ്റേ കൽക്കി സിനിമ, അതിന്റെ ഫസ്റ്റ് ഹാഫ് തീരെ കൊള്ളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തീരെ. ഫസ്റ്റ് ഹാഫിൽ ആവശ്യം തുടക്കം തൊട്ട് ഒരുമാതിരി എന്നാ പറയുക റിയൽ ടൈം ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള കുറെ സിനിമ ഡയലോഗ്സ് ചളി എന്നൊക്കെ പറഞ്ഞ പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോ ഒരു രക്ഷയില്ലാത്തായിരുന്നു. ഫൈറ്റിന് ഫൈറ്റ്, സ്റ്റോറിക്ക് സ്റ്റോറി. അമിതാഭ് ബച്ചൻ്റെ വന്നിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ വേറെ സംഭവം WWE കുറിച്ച് പറയുകയാണെങ്കിലേ, ഇപ്പോൾ ജോൺസിന് അപ്പോൾ ഒരു സംഭവം ഇപ്പോൾ അടുത്ത് കേട്ടെന്ന് പറഞ്ഞാൽ 2025 മുതൽ അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സുകാരെ ഏറ്റെടുക്കാൻ പോവാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജോൺസിന് തിരിച്ചു വരാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടപ്പോൾ, അതായത് അത്രയും കാലം WWE എന്തൊക്കെ സംഭവം നടക്കണേ നമ്മൾ ആരും നോട്ട് ചെയ്യുന്നില്ല. ആ ഒരു ജോൺസിന് തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട് കയറി മനസ്സിലേക്ക്. കുറേ മെമ്മറീസ് വന്നു, കുറേ മെമ്മറീസ്. അതായത് ചെറുപ്പത്തിൽ എടുത്തിട്ടടിച്ച് ജോൺസൺ പറഞ്ഞു. അതല്ലാണ്ട് നമ്മളെ ചെറുപ്പത്തിൽ WWE ഓരോ ദിവസം ഓരോതായിരുന്നു. ഇപ്പോൾ മൺഡേ നൈറ്റ് റോ, ഫ്രൈഡേ നൈറ്റ് സ്മാക്ക് ഡൗൺ, അങ്ങനെ ഓരോ ദിവസം ഓരോന്ന്. ട്യൂസ്ഡേ സംഭവം ഉണ്ട്. അങ്ങനെ ഓരോ സംഭവം. ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ നൈറ്റ്, അങ്ങനെ ഓരോ സംഭവം. സാറ്റർഡേ നൈറ്റ് ആണ് ഞാൻ പൊതുവെ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ കുറേ റീക്യാപ്പും ഇതും, അങ്ങനെ എല്ലാ ദിവസവും ഇതിൻ്റെ ഇത് തിരിച്ചു വന്ന് ക്ലാസ്സിൽ വന്നിട്ട് അതിന് കഥ പറയാ. അതെ, മറ്റേ പണ്ടത്തെ റാൻഡി ഓട്ടന്റെ ഒരു ലോക്കെല്ലാം ഉണ്ടല്ലോ, വൈപ്പർ. പിന്നെ ഒരു മുഖം മൂടിയിട്ട് വരുന്ന മരുന്നല്ലേ, ആ പേരൊന്നും കറക്റ്റ് അറിയാം, മറന്നു. ഒരു മുഖം മൂടി ഇട്ടിട്ട് ഫേസ് കാണിക്കുന്നില്ല. ഏത് മുഖം മൂടിയാ? നീല മുഖം മൂടി. ചെറുത് സിൻകാറ, വലുത് അല്ല, ചെറുത് റെമസ്റ്റീരിയോ, വലുത് സിൻകാറ. ഏതാണ്ട് എനിക്ക് അത്. പക്ഷെ എനിക്ക് ചില സമയം വലിയതായി കഴിഞ്ഞ് ഫേക്കാന്ന് തോന്നിയായിരുന്നു ചെറിയ രീതിക്കൊന്ന്. എനിക്ക് ഒരു ഇതിലും ഫേക്കാന്ന് തോന്നില്ല. എന്താ പൊട്ടനായത്. പക്ഷെ ഞാനത് ഒറിജിനൽ എന്തല്ലേ പക്ഷെ സംഭവം ആലോചിച്ച് നോക്ക്. മാർക്കണ്ടറിന് ഒരു ഇടിക്കുള്ളൂ മറ്റേ റെമസ്റ്റീരിയോ. എനിക്ക് അതിലൊരു പാറ്റേൺ തോന്നിയത് എങ്ങനെയാന്ന് വെച്ചാൽ, തുടക്കം ഹാഫ് വരെ ഒരുത്തം ചെയ്യിക്കും, ഹാഫ് കഴിയുമ്പോഴത്തേക്ക് മറ്റവൻ എഴുന്നേറ്റ് വന്ന് ഇവനടിക്കും. അത് കാണാൻ വേണ്ടി നമ്മളിരിക്കണേ. എനിക്ക് ഡൗട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ റിംഗ് പഠിച്ച് തിരിച്ചു വരുന്ന പരിപാടി. ഇത് എങ്ങനെ റിംഗ് പഠിച്ച്? സാധാരണ ആൾ റിംഗ് പഠിച്ചാൽ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ 1 2 3 ആക്കണ സംഭവം, പിന്നെ അടിച്ചിട്ടുള്ള സംഭവം. പിന്നെ ഇവന്മാരെന്നെ ഇങ്ങനെ നിന്ന് കൊടുക്കണത് എടുത്തിട്ട് അടിക്കാൻ വേണ്ടി. അടിച്ചോ. എന്നിട്ട് അവിടെ ഒരുത്തിനെ കയറ്റി ഇരുത്തും, ഇവൻ വന്ന് കമത്തി അടിക്കാൻ വേണ്ടി. അവൻ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇച്ചിരി തലമുറ കൂടെ കൈയിടും, കൈ ഇട്ടിട്ട് ബാക്കിൽ കൊണ്ട് എടുക്കും. അത് മറ്റോ കൈ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ എങ്ങനെയാണ് കൈ വെച്ചിട്ട് ഇതാക്കണത്? പിന്നെ ക്ലാസ് ചെക്കന്മാരൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ബാലരമയിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ബാലരമക്കാരെ നമ്മളെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി. ഇപ്പൊ ഈയിടെ ആയിട്ടൊന്ന് ട്രെൻഡിങ് ആയത് മറ്റേ മൈക്ക് ടൈസിന്റെ മറ്റേ പോൾഡേയും. എന്തൊരു വെല്ലുവിളിക്ക് ആ ഒരു മോളിൽ ഉണ്ടായ ഒരു ഫൈറ്റ് അല്ലേ സംഭവം. പക്ഷെ അത് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി പറഞ്ഞാൽ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിരുന്നു തോന്നുന്നത്. അതായത് ചില സീനിലൊക്കെ ഇടിക്കാൻ വരുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ജസ്റ്റ് എന്താ പറയാ, ഉറങ്ങിപ്പോയി. അങ്ങനെ പണ്ടത്തെ മൈക്ക് ടൈസന്റെ ഇപ്പോഴത്തെ ഏജ് പക്ഷെ ഞാൻ പറയാം, പക്ഷെ പണ്ടത്തെ പ്രൈം ടൈമിലെ മൈക്ക് ടൈസന്റെ ഫൈറ്റ് പറഞ്ഞ ഇടി പറയാൻ അമ്മാതിരി ഇടിയാണ്. ഇവ തൊട്ടും തലോടലൊന്നുമില്ല, ഇടി പറഞ്ഞ അമ്മാതിരി ഇടി. ഫൈറ്റിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ്, അതായത് മൈക്ക് ടൈസൺ ജയിക്കുകയാണെങ്കിലും ജെയ്ക്ക് പോളിന്റെ ഇത് നാണക്കേട്, ഇനി ജെയ്ക്ക് ബോൾ ജയിക്കുകയാണെങ്കിലും ജെയ്ക്ക് പോളിന്റെ നാണക്കേട്.
കാരണം എന്താ, കാരണം ഇവൻ ചെറിയക്കനെ എന്താണ് ഇവനെ മൈക്ക് ടൈസനെ കുറച്ച് പ്രായമുള്ള ആളാ, അയാൾ ജയിപ്പോളെ ചെറിയക്കനെ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കേടാ. മറ്റേത് പറഞ്ഞാൽ ഈ പ്രായമുള്ള ആൾ തോപ്പിച്ച് ഉടുപ്പില്ലാണ്ട് തോപ്പിച്ച് പറഞ്ഞാൽ അത് നടക്കേടാ. സ്ക്രിപ്റ്റ് അതേപോലെ, അതായത് മറ്റേ മൈക്ക് ടൈസൺ തോറ്റു കൊടുത്തിട്ടില്ല, ഇത് ഹിറ്റിന്റെയും എത്രണ്ണം കൊടുത്തു, ആ ഒരു ഇതിലാണ് വിന്നറിനെ ഡിസൈഡ് ചെയ്തത്. അത് ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് അപ്പോഴും ഒരു സ്ക്രിപ്റ്റ്, ഒരു നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തപ്പോഴേ എനിക്ക് തോന്നി ഇതെന്തോ ഒരു, കാരണം നെറ്റ്ഫ്ലിക്സ് സാധാരണ എന്താ ഏറ്റെടുക്കല്, അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിൽ, ഒരു സിനിമ മൂഡിൽ വന്നിട്ട്. പിന്നെ നമ്മൾ മാച്ച് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 4:30 ഉറങ്ങിയിട്ടില്ല, നമ്മൾ 6 മണി വരെയാണ്, പിന്നെ മനസ്സിലായി 6 മണിക്ക് കളി 9:30 കളി 9:00 10 മണിയാകുമ്പോൾ തുടങ്ങണത്. കളി എന്ത് കളി, ഇത്ര നേരം കാത്തിരുന്നിട്ട് കളി എന്തോ ഒരുമാതിരി കളി, മരണ അടി ഉണ്ടാവും വിചാരിച്ചു, ഒന്നും ഉണ്ടായില്ല. അതേപോലെ പണ്ട് WWE വന്നുള്ള കുറേ സംഭവങ്ങളാണ്, കുറേ റൂമറുകൾ, അതായത് മറ്റേ അണ്ടർടേക്കറും കെയിനും ചേട്ടനും തന്നെയാണ്. അതുമല്ല ഈ അണ്ടർടേക്കർ ചവിട്ടിന്ന് എഴുന്നേറ്റായിരുന്നു ശരിക്കും. ആ കുറേ റൂമർ ചെറുപ്പത്തിൽ നമ്മൾ വിശ്വസിച്ച് ഓ മരിച്ചിട്ട് അണ്ടർടേക്കർ ഒരു ഹ്യൂമൻ ബീനെ അല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നോർമൽ സംഭവം കെയിൻ്റെ ഒരു എൻട്രി ഉണ്ട്, അത് ശരിക്കും ഞാൻ പേടിച്ച് WWE മൊത്തം കണ്ടതിൽ ഏറ്റവും പേടിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ കെയിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. നമ്മൾ കെയിൻ എന്താണ് WWE പോയി എന്നിട്ട് ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോൺസീനെ വന്നു. ജോൺസീനെ ആരോ റിങ്ങിലുണ്ടാവും, കളി ജയിച്ചിട്ട് നിൽക്കാവും, പെട്ടെന്ന് ലൈറ്റൊക്കെ റെഡ് കളറാവും. എന്ത് സംഭവം മനസ്സിലാവണല്ലോ. പെട്ടെന്ന് സ്റ്റേജിന്റെ അടിയിൽ നിന്ന് സ്റ്റേജ് പൊളിച്ചിട്ട് ഇപ്പം വരും, കെയിന് വരും. പക്ഷെ അത് നെഞ്ചിനോട് കയറിയ സാധനം കെയിന് സ്റ്റേജ് പോയിട്ട് അവൻ്റെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു മാസ്ക് ഉണ്ട്, ഒരു ചുവപ്പ് ഇതിലുള്ള മാസ്ക്, അത് ഭയങ്കര. അതേപോലെ തന്നെ അണ്ടർടേക്കറിനെ എന്ത് ശ്രദ്ധിച്ചാൽ റെഡും ബ്ലൂവും ആ ഒരു കളറിൻ്റെ ഇതും ഭയങ്കര ഇതായിട്ട് അവർ ഓരോ നമ്മൾ ഡിസൈൻ ചെയ്യണത്. അത് ഞാൻ അതിൻ്റെ ബാക്കിൽ കുറേ നോക്കിയപ്പോൾ മനസ്സിലായി, ഓരോ അവരുണ്ടാക്കിയെടുക്കണം ഓരോ സൂപ്പർ സ്റ്റാർസിനെ, അവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ഒരാളെ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരാളെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വലിയ സൂപ്പർ സ്റ്റാർ എടുക്കുക. അപ്പോൾ അവർ ഷീൽഡ് ഉണ്ടാക്കിയ പോലെ, ഷീൽഡ് തന്നെ അറിയില്ല, 3 സൈഡിൽ നിന്ന് ആൾക്കാർ, റോമൻ റെയിൻസ്, സെത്ത് റോളിൻസ് തന്നെ 3 ആൾക്കാർ ഇറങ്ങണം. അപ്പോൾ അവരെ ഉണ്ടാക്കിയെടുക്കണതാണ്. അതുപോലെ സിൻകാറിനെ നമ്മൾ പറയാം, സിൻകാറിനെ ഇവരങ്ങനെ സൂപ്പർ സ്റ്റാർ ആക്കി വെച്ചില്ല. സിൻകാറ വരുമ്പോൾ മാത്രം സ്റ്റേജ് മൊത്തത്തിൽ വേറെ കളറാവും, മൊത്തത്തിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സാധാ പോലെ തന്നെ സ്റ്റേജ് അത്രയും ഹൈപ്പ് കൊടുക്കുകയാണ് ആ ഒരു ക്യാരക്ടർ. അതുപോലെ ഇത് ഇച്ചിരി കൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഇവന്മാർ തന്നെ ചെയ്യും, മറ്റേ ഈ എല്ലാ ഫൈറ്റും നടന്നുകൊണ്ടിരിക്കും വേറെ ഒരാളുടെ അടുത്ത് പോയി റിവ്യൂ എടുക്കുമ്പോൾ അവന്മാർ അവിടെ കിടന്ന് അടി ഉണ്ടാകും എല്ലായിടത്തും അടി. കാണുന്നവർക്ക് ഒരു കുറച്ച് ധൃതങ്ക പുളിതനാവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ കുറച്ച് സ്പൈസും കാര്യമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഡീവ മാച്ച് ഒരു സംഭവം നോക്കും. ഡീവാസ് ടൈറ്റിൽ വേണ്ടിയിട്ട്, ഡീവ അറിയില്ല, ഡീവ ഒരു ടൈറ്റിലുണ്ട് ഇടയ്ക്ക്. അതായത് ആൾക്കാർക്ക് കാണാൻ, നമ്മളാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി നിൽക്കുമോ, അപ്പോഴാണ് ഡീവ മാച്ച് വരിക. ഡീവ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കളി, പെൺകുട്ടികൾ സാധനം ഇട്ടിട്ട് മറ്റേ ബിക്കിനോട്ടുള്ള കളി. അപ്പം നമ്മൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ, അവരൊക്കെ ഒപ്പം ഇരുന്ന് നമ്മൾ കാണണ്ട, നമ്മൾ ചാനൽ മാറ്റി തരും. കാരണം ഇത് മാച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ത കളി കാണാൻ പറ്റുള്ളൂ. ഇത് തീരെപ്പോഴെന്ന് അറിയില്ല, ഈ ഡീവ മാച്ചും കണ്ടിരിക്കേണ്ടി വരും, അവിടെ ഇരിക്കാനും പറ്റില്ല. കാരണം നമുക്ക് എല്ലാവരും ബോറിംഗ് ആണെന്നുള്ള സാധനം. അല്ല എന്റർടൈനിന്റെ സംഭവമില്ല അവർക്ക്. പറഞ്ഞാൽ മറ്റേ തുണ്ടുപടം കാണുന്നവരാ, നമ്മൾ ടി വിയിൽ തുണ്ടുപടം വെച്ച് കാണുന്നവരാ. അവർ ഇത് മാത്രം ഇട്ടിട്ട് വന്നിട്ട് കളിക്കുന്ന പരിപാടി. അതേപോലെ അന്ന് പറഞ്ഞ WWE ഫുള്ള് അങ്ങനത്തെ പരിപാടി, കിസ്സിങ് അത് ഇത് മൊത്തം WWE അങ്ങനെ ഇരുന്നത്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് ആ രീതിയിലാണ് പോണത്. അതേപോലെ തന്നെ അവർ വേറെ വലിയൊരു സ്കാം അന്ന് നടത്തി എനിക്ക് ഓർമ്മ ഉള്ളത് പറഞ്ഞാൽ റോക്ക് വേഴ്സസ് ജോൺസീന മാച്ച്, ഡ്വെയിൻ ജോൺസനും ജോൺസീന നമ്മൾ മാച്ച്. അത് പറഞ്ഞാൽ അവർ അത്രയും വലിയ ഹൈപ്പ് കൊടുത്തു. അതായത് ലാസ്റ്റ് കളിയാണ് ഇത്, ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നാണ് ലാസ്റ്റ് ഡാൻസ് ആദ്യം വന്നിട്ടുണ്ട്, 28ാമത്തെ WrestleMania ലാസ്റ്റ് ഡാൻസ് അവർ വെച്ച്. അതാണ് അവരെ മെയിൻ സ്ക്രിപ്റ്റ് വെച്ച്. ആ കളിയിൽ റോക്ക് ജയിച്ചപ്പോൾ ലാസ്റ്റ് ഡാൻസിൽ റോക്ക് ജയിച്ച്. ഇപ്പോൾ റൊണാൾഡോ മെസ്സി പോലത്തെ ഒരു ഹൈപ്പ് വരുന്ന ആ ടൈം ഉണ്ടായിരുന്നു. റോക്ക് ജയിച്ച് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം പിന്നെയും ലാസ്റ്റ് ഡാൻസ് പിന്നെ ഇറക്കി, അതിൽ ജോൺസിനെ ജയിപ്പിച്ച്. പക്ഷെ ഇപ്പൊ റോക്കിന്റെ ഇത് അവസ്ഥ, റോക്ക് ഇപ്പൊ ഗുസ്തിയും WWE മൊത്തം വിട്ടുപോയി. അവരാ ഒരു ഇതിൽ കയറി പിന്നെ വിട്ടുപോയി എന്നുള്ള, കാരണം അവർക്ക് എല്ലാവർക്കും ഒരു ഫെയിം ഉണ്ടാക്കി എടുക്കാനുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കാണല്ലോ. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എനിക്ക് കുറെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യും, ടൈം ടേബിൾ എഴുതിയിട്ട് അങ്ങനെ പഠിക്കും. അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴും എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, പണ്ടം കണ്ടു ഒട്ടിച്ചിട്ട്. പല ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് പഴകിയ സംഭവങ്ങളാണ്. സംഭവം നമ്മൾ പലതും ചെറുപ്പം മുതൽ നമ്മൾ പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പഴകി, അത് ചിലതൊക്കെ മോശമാണെന്ന് മനസ്സിലായി മാറ്റി
അങ്ങനെ നമ്മൾ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങളും പറയാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണേ, അത് ഈ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണോ അതോ ഈ ടെക്നിക്കുകൾ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് തോന്നിയ ടെക്നിക്കുകളെ ഞാൻ പറയണം. അതിലൊന്നാമത്തെ പറഞ്ഞാൽ പോമോഡോറോ ടെക്നിക്ക്. അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് തോന്നിയ ടെക്നിക്ക്. അത് പറഞ്ഞാൽ 25 മിനിറ്റ്. ഒരു പോമോഡോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൈമറാണ്. ഒരു പോമോഡോറോ ഒരു ടൊമാറ്റോ തക്കാളി എന്ന് അതിൻ്റെ ഇറ്റാലിയൻ വേർഡാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം എന്നാൽ ഒരു കിച്ചൺ ടൈമർ കണ്ടുപിടിച്ച ആൾ ഒരു കിച്ചൺ ടൈമർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അയാൾ ഇത് സംഭവം സെറ്റ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ, അതിന് വലിയ സയൻസ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ബ്രെയിനിന് ഒരിക്കലും 20 മിനിറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് വിചാരിച്ചോ. ഇപ്പം ഇത്രയും നമ്മൾ ഇൻട്രസ്റ്റിംഗ് സംസാരിച്ചാലും കുറച്ച് എവിടെയൊക്കെ വെച്ച് നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. നമ്മൾ അങ്ങനെ പോയി പോകും. കാരണം 20 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ അറ്റൻഷൻ സ്പാൻ ഇല്ല. അതിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 20 മിനിറ്റിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഒന്ന് എന്തെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഷോർട്ട് ബേസ്റ്റ് ആയിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ പോമോഡോറോ ടെക്നിക്കിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ പഠിക്കണത് ഇപ്പോൾ ഒരു 24 മണിക്കൂറിൽ ഒരു 10 മണിക്കൂർ നമ്മൾ പഠിക്കേണ്ടി വിചാരിച്ചു. ഈ 10 മണിക്കൂർ നമ്മൾ 25 മിനിറ്റ് സെറ്റുകളായി തിരിക്കുക. അത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 15 മിനിറ്റ് ലോങ് ബ്രേക്ക് എടുക്കുക. ആ ലോങ് ബ്രേക്കിൽ നമുക്ക് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, എന്ത് ചെയ്യുക? ഈ 5 മിനിറ്റിൽ അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഇട്ടാൽ 5 മിനിറ്റിൽ നമ്മളിപ്പോൾ മൊബൈൽ നോക്കാനൊന്നും പാടില്ല. കാരണം അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന്, അതായത് നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റി നമുക്ക് എന്തായി തോന്നും? ഭയങ്കര ഇതായി തോന്നും, ലെസ് പ്ലീസിങ് ആയി തോന്നും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മൊബൈൽ നോക്കുമ്പോൾ ഇനിയിപ്പോൾ 5 മിനിറ്റ് തീരാനോ, നമുക്ക് 5 മിനിറ്റ് തീരാനല്ലോ ആ സംഭവം. നേരെ മറിച്ച് നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഭയങ്കര ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പഠിക്കുന്നത് കുറച്ചുകൂടി ഇതൊന്ന് തീർന്നു കിട്ടിയെന്ന് പഠിക്കാമെന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് നമ്മൾ പ്രിഫർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് മതിൽമൊക്കെ വെറുതെ നോക്കി നിൽക്കുക. അതേപോലെ വെറുതെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ, ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക. ഒരിക്കലും ഡോപ്പമൈൻ എൻഡേജിങ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാണ്ട് 5 മിനിറ്റ് ഇതാക്കുക. അതേപോലെ 15 മിനിറ്റ് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, നേച്ചറിൽ പോയി ഇറങ്ങി നടക്കുക, എന്തെങ്കിലും ചെയ്യുക, കുറേ വെള്ളം കുടിക്കുക. അങ്ങനെ ഇപ്പോൾ 5 മിനിറ്റിലാണ് നമുക്ക് വെള്ളം കുടിക്കുന്നത് യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിലേക്ക് ഡെവലപ്പ് ആവും. അതായത് 25 മിനിറ്റ് ഭയങ്കര ഫോക്കസ്, 5 മിനിറ്റ് ബ്രേക്ക്. ആ ഒരു ഇതിങ്ങനെ കുറേ നേരം റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രെയിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കണതാണ്, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണതാണ്. ആ രീതിയിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ഡെവലപ്പായി വരും. അതാണ് ഒന്നാമത്തെ ഞാൻ പറയുന്ന ട്രിക്ക്. വേറെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ട്രിക്ക് ഷെയർ ചെയ്യാം? എൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു യൂട്യൂബ് ക്ലാസ് കാണാൻ വിചാരിച്ചോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തായിരുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ ഒരു 30-40 മിനിറ്റ് ഉണ്ടാകും. അതായത് നീ പറഞ്ഞ ഒരു 25 മിനിറ്റ് ആണ് ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത്. പക്ഷേ ചിലവർ പറയുന്നത് 45 മിനിറ്റ്സ്, ചിലവർ പറയുന്നുണ്ട്, നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും ഞാൻ 45 മിനിറ്റ്സ് ആദ്യം ഈ 45 മിനിറ്റ്സ് കാരണമാണല്ലോ സ്കൂൾ ടൈം ഒരു ക്ലാസ് 45 മിനിറ്റ് ആക്കി അങ്ങനെ കണ്ട് ബ്രേക്ക് അടുത്ത ആള് കയറി വരും. ഞാനത് പറയാൻ കാരണം പണ്ടത്തെ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ 45 മിനിറ്റ്സോ, പക്ഷെ ഇപ്പം നമ്മളെ റീൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഇന്റർപ്റ്റ് ചെയ്ത്, പക്ഷേ എക്സാമ്പിൾ പറയണം. മറ്റേ നമ്മളെ റൂമിൽ എടുത്തുണ്ട്. അപ്പോൾ ഇവൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പം പഠിക്കുന്നുണ്ടാവും. കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ കുറച്ച് മിനിറ്റ് നമ്മളെന്തെങ്കിലുമൊക്കെ മൊബൈലൊക്കെ തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവും മറ്റേ ഗെയിം കളിക്കുന്നുണ്ടാവും, വാർ ഫ്രെയിം അങ്ങനെ എന്തെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നോക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും. കുറച്ച് പിന്നെ എണീച്ചിട്ട് മുമ്പേ ഞാൻ വന്നപ്പോ ആനിമി ആണുണ്ടാവും. അങ്ങനെ ആനിമി അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അവിടെ അവന്റെ ബ്രെയിൻ അവർ തമ്മിലുള്ള യുദ്ധമാണ്. ബ്രെയിൻ നീ പഠിക്കണം. ബ്രെയിൻ തമ്മിലുള്ള യുദ്ധമാണ്, വലിയൊരു യുദ്ധം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ കണ്ടോണ്ട് ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും മറ്റേ ഇവൻ പറഞ്ഞ പോലെ തന്നെ പൊമഡോറോ. ഞാൻ അപ്പോഴത് ആദ്യമായിട്ട് കേൾക്കുന്നതന്നെ. ഈ പൊമഡോറോ എന്ന് പറയുന്നത് എന്ത്? ഈ പൊമഡോറോ ഒരു തക്കാളി മുമ്പിലുള്ള ടൈമറും ഉണ്ട്. നമുക്ക് സ്പോർട്ട് വാച്ചിൽ വെച്ചാൽ പോലെ തോന്നി, ഇത് മതി. പക്ഷേ ഇനി പൊമഡോറോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 25 മിനിറ്റ്സ് നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയിരിക്കാം. ആദ്യം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റില്ല, ഉറപ്പുള്ള കാര്യമാണ്. അതായത് നമ്മൾ അത്രയും റീലും നോക്കി കുറെ പടവും കണ്ട് ആനിമ കണ്ട് അത്ര അറ്റൻഷൻ സ്പാൻ കുറവുള്ളൊരു സംഭവം. അതായത് നമ്മളിപ്പോൾ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റി ചെയ്യുക, ഇപ്പോൾ റീല് തോണ്ടുക, അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുക, അത്ര ഇത് ചെയ്ത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനം ഇപ്പം അടുത്ത അതിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു അറ്റൻഷൻ സ്പാൻ കിട്ടൂല. നമ്മളതെല്ലാം ഒഴിവാക്കി.
എല്ലാം ഒഴിവാക്കി നമ്മൾ ഈ പൊമഡോറോ പറഞ്ഞൊരു സംഭവം എടുത്ത് നമ്മൾ അതിൽ ഓണാക്കി 25 മിനിറ്റ്സ് എടുത്തു. എന്താ പറയുക 25 മിനിറ്റ്സ് പഠിച്ചു, 5 മിനിറ്റ്സ് ബ്രേക്ക്. ഞാൻ എൻ്റെ ഒരു തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയത് സംഭവം. ആ കൊറേ പക്ഷെ സംഭവം ഒരു ലിമിറ്റ് ഇങ്ങനെ സെറ്റായി വരാൻ തുടങ്ങും. എന്തായാലും ഒരാൾക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒറ്റടി 25 മിനിറ്റ് 5 മിനിറ്റ് 25 മിനിറ്റ് നമ്മൾ റോബോട്ട്സ് അല്ല. നമ്മൾ ആദ്യം അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ലാഗാവും, പിന്നെ സെറ്റായി പെയിൻ അതിനനുസരിച്ച് വരും. നമ്മുടെ ഒരു ഡോപ്പമിനായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഡോപ്പമിൻ അത്രയും പീക്കിലായിരിക്കും നിൽക്കുന്നത്. ഈ സ്റ്റഡീസ് പറഞ്ഞാൽ അത്രയും ലോ ഡോപ്പമിനാണ്, ഒരിക്കലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഇത് ബെറ്ററാണ്. പിന്നെ നമ്മൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കും പറഞ്ഞല്ലോ, ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു സംഭവമാണ്. പക്ഷെ അത്രയും പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അതെ, സെൽഫ് കൺട്രോൾ അത്രയും വേണം. ഞാൻ അത്രയും കാലം ചെയ്തതിന് എൻ്റെ പരിചയം വെച്ച് പറയാം, ഓവർ പ്ലാനിങ് എപ്പോഴും നമ്മളെ ഇതിൽ നയിക്കുള്ളൂ. കാരണം ഓവർ പ്ലാനിങ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് ഭക്ഷണം കഴിക്കും, 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, തൂറാൻ പോകും. 5 മിനിറ്റ് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മിക്ക ആൾക്കാരും. അതായത് ഈ 5 മിനിറ്റിലാണ് നമ്മൾ തൂറാൻ പോകുന്നത്, ഈ 5 മിനിറ്റിലാണ് നമ്മൾ അതായത് തൂറാൻ പോയിട്ട് നമ്മൾ അത്രയും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ചെയ്ത്. ഇപ്പം ഞാൻ അത്രയും ഭയങ്കര ബ്രോഡായി പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വേറൊരു ശ്രദ്ധയിലായിരുന്നു വെച്ചിട്ടാ, നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയൂലോ, ഞാൻ നാളെ പഠിക്കാൻ പോയാ, നാളെ തൊട്ട് പഠിക്കാൻ പോവാ, ഇങ്ങനെ ഈ പറയുമ്പോ എന്തൊരു സംഭവം ഉണ്ടായിട്ടാ. ആ ഡോപ്പമൈൻ കിട്ടി. കാരണം നമ്മള് അതെ പറയുമ്പോ ആ ഒരു ഡോപ്പമിൻ അവിടെ റിലീസായി കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ തോന്നൂല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ പറഞ്ഞു നടക്കല്ല, ചെയ്ത് കാണിക്കുക, അവിടെയാണ് കാര്യം. ഈ പറഞ്ഞു നടന്നുള്ള പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരിക്കലും. പിന്നെ അതേപോലെ വേറൊരു ടെക്നിക്ക് ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ, അതും പണ്ടൊക്കെ ട്രൈ ചെയ്തിരുന്ന സംഭവം, പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ഓക്വേർഡായിട്ടുള്ള സംഭവമാണ്, കുറച്ചൊക്കെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം പഠിച്ചെന്ന് വിചാരിച്ചു, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വേറെ ആൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മിക്കവാറുണ്ടല്ലോ, നമ്മൾ മിക്കവാറും ഒറ്റക്കൽ തിരിക്കുക. അപ്പം നമ്മൾ മിക്കവാറും ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരാളെ സങ്കല്പിക്കുക, എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പറയാം ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഒരു സംഭവം നമുക്ക് മനസ്സിലാവണം എപ്പോഴാണ് വെച്ചിട്ടാ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏറ്റവും വലിയ ഇത് തോന്നി ഞാൻ +1 +2 ടൈമില്, അതായത് എന്നെ ഒരുപാട് ഫ്രണ്ട്സ് വിളിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ചോദിക്കും. അന്നേരം എങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ സംഭവം ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത്രയും സ്റ്റോറുകൾ നമുക്ക് പിന്നെ വായിക്കേണ്ട ആവശ്യം വരില്ല. 2-3 പ്രാവശ്യം ഞാൻ ബുക്ക് നോക്കി പറഞ്ഞു കൊടുത്തു, എനിക്ക് ബുക്കിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഡെറിവേഷൻ ആയാലും ഒരു തിയറി ആയാലും മൈൻഡിൽ നിന്ന് വരുന്ന സംഭവം. ഞാൻ ഇന്നവരെ ഇങ്ങനെ തിയറീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, അതായത് ഇപ്പോ ഞങ്ങളുടെ സാറായാലും പറയും, ഇപ്പൊ ഞങ്ങളുടെ ഡീനായാലും പറയും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങളത് പഠിച്ചിരിക്കും. സംഭവം ഏറ്റവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരിക്കും, നമുക്ക് മനസ്സിലാവും, അവന് മനസ്സിലാവില്ല എന്നുള്ള വേറെ കാര്യം. ഇതുപോലെ ഇരിക്കും. പിന്നെ അതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഭയങ്കര നല്ലതായിട്ടൊരു ആപ്പായി തോന്നുന്നുണ്ട്. അത് പോമഡോറോന്റെ ആപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഫോറസ്റ്റ് ആ കാലല്ല, ഫോറസ്റ്റ് എന്ന ആപ്പ് ഉണ്ട്, അത് ഭയങ്കര ഒരു നല്ല ആപ്പാണ്. അതല്ല അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ സ്റ്റഡീസിന്റെ കാര്യത്തിൽ പറയണേ, ആ ആപ്പിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതിന്റെ ഒരു കൺസെപ്റ്റ് ഭയങ്കര രസമാണ്. അത് പറഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മരം ഇങ്ങനെ വളരും, നമുക്കൊരു വെർച്വൽ ഗാർഡൻ ഉണ്ടാവും. അപ്പം അവിടെ ഒരു മരം ഇങ്ങനെ വളർന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ 25 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ആ മരം അവിടെ നിൽക്കും. നമ്മൾ വേറെ ആപ്ലിക്കേഷൻസിൽ പോയി നമ്മൾ അതേ ആപ്ലിക്കേഷനിൽ അവിടെ വെച്ചിട്ട് നമ്മൾ 25 മിനിറ്റ് മൊബൈൽ യൂസ് ചെയ്യാണ്ട് അവിടെ വെക്കുക. അപ്പോൾ മരം വളർന്നിട്ട് ഒരു വൃക്ഷമാവും. എന്നിട്ട് അതെന്ത് ചെയ്യും, മരം വളർന്ന വൃക്ഷമാണ്, മരം വളർന്ന് കംപ്ലീറ്റ് ആവും. എന്നിട്ട് ആ മരം എന്താവും, നമുക്കൊരു വെർച്വൽ ഗാർഡനിൽ എവിടെയും പ്ലേസ് ചെയ്യും. നേരം മറിച്ച് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്താൽ മരം കരിഞ്ഞു പോകും, കരിഞ്ഞ മരം അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തിട്ട് കുറേ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഭയങ്കര ഇതുള്ള സംഭവമാണ്. നമ്മൾ പോമഡോറോ വെറുതെ ചെയ്യുന്നതിന് പകരം ഒരു വെർച്വൽ ഗാർഡനിൽ നമ്മൾ കുറേ സംഭവങ്ങൾ, നമ്മളൊരു മോട്ടിവേഷൻ ഇല്ല, നമുക്ക് സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു സംഭവം. പിന്നെ വേറെ ആപ്ലിക്കേഷൻ ക്യൂസ്ലെറ്റ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ നോട്ട്സ് ഇതൊക്കെയാണ് നമ്മൾ പോർഷൻസ് വരെ നമുക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പോർഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഓരോ ദിവസം നമ്മളോട് ക്യൂസ് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ കൊടുത്ത നമ്മളെ പോർഷൻസിനനുസരിച്ച് അവർ ക്യൂസുകൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു സംഭവം വരാമോ, ഇതാണ് തെറ്റുത്തരം പറഞ്ഞാൽ നമുക്ക് തെറ്റിന്ന് പഠിക്കാമല്ലോ. ജസ്റ്റ് നമ്മൾ വെറുതെ സംഭവം എൻ്റർ ചെയ്യുന്നതിന് പകരം ആ എൻ്റർ സംഭവം തിരിച്ചിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഭയങ്കര എഫക്റ്റീവായുള്ള ആപ്ലിക്കേഷനാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് പഠിക്കണതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു മെയിനായിട്ടൊരു പോയിന്റാണ് ഡോപ്പമൈൻ ഡീറ്റോക്സ്. ഈ ഡോപ്പിൻ എന്ന് പറയുന്ന ഒരു അർത്ഥം, ആ വാക്ക് എന്താന്ന് പോലും പലവർക്കും അറിയില്ല.
ആ ഒരു സംഭവം. ഇപ്പൊ ഈ ഡോപ്പമിൻ പറയാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് തന്നെ. അത് നമ്മുടെ ഹാബിറ്റ്സ്, ഞാൻ പറഞ്ഞ ഒരു മോട്ടിവേറ്റിംഗ് ഹോർമോൺ അതെ. ഞാൻ പറയാം. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ഇതായി മാറി, ഒരു ഹാബിറ്റായി മാറി. അതേപോലെ തന്നെ വേറൊരു സംഭവം എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് എന്താണ് ഒരു സുഖം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫ്രീ ഡോപ്പമിനാണ്, ഒരു പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഫ്രീ ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയോ ആരോ എന്തോ ആയിക്കോട്ടെ, അവനൊരു ലോ ഡോപ്പമിൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുറത്ത് പോയി കളിക്കുക, സ്റ്റഡീസ് ഒരിക്കലും നടക്കൂല. കാരണം അയാളുടെ ഡോപ്പമിന് ത്രഷോൾഡ് അവിടെ കൂടുകയാണ്. ത്രഷോൾഡ് കൂടിയിട്ട് അതിന്റെ ഒരു മറ്റേ ആൻഡ്രൂ ഹ്യൂബർമാൻ അറിയോ? ആൻഡ്രൂ ഹ്യൂബർമാൻ ഒരു ന്യൂറോ സൈജ്. അപ്പോൾ അയാൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഈ ബ്രെയിനിൻ്റെ, അതായത് ഈ ഡോപ്പമൈൻ്റെ സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാഫ് സങ്കല്പിക്കുക. ഈ ഗ്രാഫിൽ ഇങ്ങനെ സ്പൈക്ക് ഉണ്ട്. അതായത് നമ്മൾ ഓരോ ഡോപ്പമൈൻ ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോഴും സ്പൈക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ എക്സാമ്പിൾ വരികയാണെങ്കിൽ, ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അയാൾ കുറേ കാലത്തിന് ശേഷം സിഗരറ്റ് വലിച്ച്, അപ്പോൾ സ്പൈക്കായി. അങ്ങനെ പോയിട്ട് പിന്നെ സിഗരറ്റ് വലിച്ച് സ്പൈക്കായി. അപ്പോൾ അയാളെ നോർമൽ ഈ ഒരു നമ്മൾ സ്ട്രിങ് ഉണ്ടല്ലേ, സ്ട്രിങ് നമ്മളിങ്ങനെ വലിക്കുന്നതനുസരിച്ച് എന്തുണ്ടാവുക, ഇതിൻ്റെ ഈ ഒരു ഇത് വേവ് ഇങ്ങനെ ഇതായി. നേരെ മറിച്ച് നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വലിക്കുമ്പോൾ അത് വലിയൊരു വേവായി തന്നെ അവിടെ കിടക്കും. നേരെ മറിച്ച് ഒരു ഇടയ്ക്കിടയ്ക്ക് വലിക്കുമ്പോൾ ആ വേവിൻ്റെ സംഭവം എന്താവും, ചെറുതായി നമ്മൾ പോലെ തോന്നും. അതന്നെ എന്തെങ്കിലും ഉണ്ടാവണം. അതായത് ഈ ഒരു വേവ് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ വേവ് അടിയിലേക്ക് പോയ പോലെ തോന്നും. അതായത് വേവ് ഒരു നോർമൽ ലെവലിലായി, നമ്മൾ മാക്സിമം ത്രഷോൾഡ് പറഞ്ഞാൽ ആ ഒരു ലെവലിലായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഡോപ്പമിൻ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സംഭവം വലിക്കുന്ന കാലത്ത് നമുക്ക് 3-4 വേണ്ടി വരും സിഗരറ്റ്. എല്ലാ വിഷയത്തിലും അങ്ങനെ. ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ഗുളി കഴിക്കുന്നില്ല, 1 വീതം 3 നേരം വെച്ച് കഴിക്കും. ആരാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അതേപോലെ ഓരോ സംഭവത്തിലും ഇപ്പോൾ റീൽസിൻ്റെ വിഷയം പറഞ്ഞ പോലെ, റീൽസിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അത്രയും നമ്മുടെ ഡോപ്പമൈൻ്റെ സ്പൈക്ക് കിട്ടി നമുക്ക് നിർത്താൻ തോന്നില്ല. ഫോൺ ചാർജ് ചെയ്ത് വെച്ച് അതിൽ ചെയ്യും. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തില്ല, നമ്മളാണ് ഈ പോലെ വീണ് പോകും. നമ്മള് ആ ഒരു ഇതിൽ കൂടെ കടന്നു വന്നിട്ട് ഉള്ളൊരു ആളാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റും. എന്റെ ഒരു ഉദ്ദേശം, ഞാൻ പരമാവധി കൺട്രോൾ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമെ ഡിലീറ്റ് ആയി കളഞ്ഞു. ആ സമയം നമുക്ക് എത്ര കൺട്രോൾ ചെയ്ത് വെച്ചാൽ അത്രയും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് സ്റ്റഡി ഓപ്ഷനില് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചാലഞ്ച് ചെയ്യാൻ തന്നെ കൂട്ടിക്കോ. അത്രയും പീക്കിൽ, അത്രയും ത്രഷോൾഡിൽ നിൽക്കുന്ന ഒരു ആൾക്ക് ഒരിക്കലും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചാലഞ്ചാണ്. കാരണം ശ്രമിച്ചു നോക്കിക്കോട്ടെ, ഒരിക്കലും പറ്റില്ല ആ ഒരു കാര്യം. അതെ, അത് ഇപ്പോൾ ഒരാളങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അയാളെ ഡോപ്പമൈൻ ത്രഷോൾഡ് പറഞ്ഞാൽ അത്ര അടിയില്ല. അതായത് അയാളെ ടോർച്ചർ ചെയ്യുന്ന പോലെയാണ്. അത്രയും വലിയ ഒരു ഇതുള്ള ഒരാളെ കൊണ്ടിട്ട് നമ്മൾ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവർ ടോർച്ചർ ചെയ്തിട്ട് നമ്മൾ ഇതാക്കണ പോലെയാണ്. കാരണം അവർക്ക് ഇതിൽ താല്പര്യമില്ല. അതേപോലെ തന്നെ ഈ സാധനം നമ്മൾ പഠിച്ചൊന്നും തല ഇരിക്കണമെന്ന് തന്നെ ഇല്ല. അതായത് നമ്മുടെ ഇപ്പം തന്നെ ഈ കുറേ റീൽസ് ഇറങ്ങും, റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എനിക്ക് നടന്നിട്ടുണ്ട്. അതായത് എക്സാം ടൈം പോയിരുന്ന ഇങ്ങനെ ആലോചിക്കുക തന്നെ വരും, അപ്പോഴത്തേക്കും റീൽസിൻ്റെ സൗണ്ട് വരും. അതായത് റീൽസ് കേട്ട പാട്ടൊക്കെ വരും. ചുട്ടമല്ലി പാട്ട്, ചുട്ടമല്ലി അത്ര ഒന്നല്ല, അതൊന്നല്ല, അതിക്ക് മേലെ വരും. പിന്നുള്ള ഒരു ഡോപ്പമിൻ ഒരു പോൺ അഡിക്ഷൻ ആണ്, പോൺ വാച്ചിങ്. അതും പറഞ്ഞ് അതിപ്പോ ഈ ഡ്രഗ്സിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഇതാണ് ഒരു ലഹരി എന്ന് പറഞ്ഞ ഈ പോൺ അഡിക്ഷൻ. അതിലും അത്രയും ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞ അതിനെ ഡെഡിക്കേറ്റഡ് ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ് അത്. നമ്മൾ അതിൻ്റെ ഒരു എവല്യൂഷൻ മുതൽ അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ ഈ ഡോപ്പമൈനെ കുറിച്ച് പറയുമ്പോൾ, നമുക്കിപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് അധികം ഡോപ്പമൈനും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ സ്പൈക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഡ്രീമിങ്ങിൽ, സ്വപ്നത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സാധ്യതകൾ വളരെയേറെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ലൂസിഡ് ഡ്രീമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡ്രീമിൽ നമ്മൾ അറിയാണ്, നമ്മൾ ഡ്രീം ചെയ്യാണ്. നമ്മൾ സ്വപ്നത്തിൽ നമുക്ക് ഒരു തിരിച്ചറിവ് കിട്ടുകയാണ്. അതായത് നമ്മൾ ഡ്രീമിലാണത്. ആ തിരിച്ചറിവ് കിട്ടുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു പടം ഉണ്ടല്ലോ അതുപോലെ, എന്താ പടത്തിന്റെ പേര്, മറ്റേ പ്രസ്റ്റീജ് അല്ല, ഇൻസെപ്ഷൻ കണ്ടുണ്ടോ? അതായത് അവരവരെ സ്വപ്നത്തിൽ പോകും, ആ സ്വപ്നത്തിനുള്ളിൽ വേറെ സ്വപ്നത്തിലും, ആ സ്വപ്നത്തിൽ വേറെ സ്വപ്നം, അങ്ങനെ ലെയർ ആയിട്ട്. പക്ഷെ അടിപൊളി പടാ അത്. നമ്മളിപ്പോൾ സ്പോയിലർ ഉണ്ടെങ്കിൽ പടം കണ്ടാൽ നമുക്ക് കത്തൂല, അങ്ങനത്തെ പടാ.
അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തിൽ കുറേ എന്തൊരു പേര് പറയും, ചെക്ക് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ സ്വപ്നത്തിലാണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ സയൻസ് ഉണ്ട്. ആ സയൻസ് വെച്ചിട്ട് നമ്മൾ നോക്കും ഇത് നമ്മൾ സ്വപ്നത്തിലാണോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൻ്റെ വിരലുള്ള എണ്ണം സ്വപ്നത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കയ്യിൻ്റെ വിരലുള്ള എണ്ണം 5 5 10 ആവൂല. അതെ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതെ, അതായത് നമ്മളിപ്പോ സ്വപ്നത്തിലെ വിചാരിച്ചോ, നമ്മളിപ്പോ ആ സ്വപ്നത്തിൽ നമ്മള് വിരലുണ്ടോ വിചാരിച്ചോ, നമ്മുടെ വിരലിൽ 5 വിരലുണ്ടാവൂല. ഉണ്ടാവില്ല. ഓ ഉണ്ടാവില്ല എന്നാ. ആ അന്നേരം നമുക്ക് മനസ്സിലാക്കും നമ്മൾ സ്വപ്നം. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയവരുടെ ഒരു ഇത് കുറവല്ലേ. അല്ല, അതൊക്കെ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കണം. സബ് കോൺഷ്യസ്, അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടെയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഇത് ഇന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അതിന്റെ. ശ്രമിച്ചിട്ടില്ല സ്വപ്നത്തിലാണോ അല്ലേന്ന് അറിയാം. ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല. നമ്മൾ തന്നെ അടുത്ത് വിചാരിക്കും സ്വപ്നം ആവണേന്ന് വിചാരിക്കും. ഇതിന്റെ ഒരു കേസ് ഉള്ളതാണോ അല്ലെന്ന് അറിയില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒരു റെഡ് ലൈറ്റ് ഉള്ള ഒരു സാധനം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രീമിൽ നമുക്ക് കോൺഷ്യസ്നെസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഡ്രീമിലാണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡ്രീമിൻ്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ, അതായത് ഒരാളിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്, ഉള്ളതാണോ എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട. അതായത് പുള്ളിയുടെ ഡ്രീമിൻ്റെ അകത്തേക്ക് പോയി പുള്ളിയുടെ ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് പോയി. അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് പുള്ളിയുടെ ഇമാജിനറി വേൾഡിൽ ഉണ്ടാക്കി അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഡെപ്തിലേക്ക് പോയി. ഈ ഡ്രീമിൽ ഭയങ്കര ഡെപ്തിലേക്ക് പോയി. അപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കുറേ അലർന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് പുള്ളി കാര്യമാക്കിയില്ല. അതായത് പുറത്തും കോൺഷ്യസ്നെസ് ഉണ്ട് പുള്ളിക്ക്, പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കാം പുള്ളിക്ക് ചെറുതായിട്ട്. അപ്പോൾ എന്തോ കാറിന് സൗണ്ടൊക്കെ കേട്ടിട്ടും പുള്ളി ഒന്നും ചെയ്തൊന്നുമില്ല. ലാസ്റ്റ് പുള്ളി ഡ്രീമിൽ നിന്ന് പുറത്തു വരാൻ നോക്കിയിട്ട് ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് പുള്ളി പുറത്ത് വന്നപ്പോൾ പുള്ളീനെ ഇങ്ങനെ ശരിക്കും വെറി ചെയ്തേക്കുമായിരുന്നു. നീ ഇപ്പൊ ഈ പുറത്തുള്ള സൗണ്ട് കേൾക്കുന്നുള്ള പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കടന്ന് ഉറങ്ങുകയായിരിക്കും. നല്ല ഉറക്കം, എന്തെങ്കിലും നല്ല വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ടിങ് ടിങ് ഇങ്ങനെ സൗണ്ട് കേൾക്കും. കണ്ണട ഇവൻ പൊമഡോറോ വെച്ച് പഠിക്കുന്നു. പിന്നെ ഈ ഡ്രീമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്താ പറയുക, ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആസ്ട്രൽ പ്രൊജക്ഷൻ. ഒരു സിനിമ ടാക്സി വാല സിനിമയിലുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇൻസീരിയസ് പറഞ്ഞ സിനിമ ഉണ്ട്. അത് സൂപ്പർ സിനിമ, കാണേണ്ട സിനിമ. അത് ഹൊറർ മൂവിയാണ്. ഇവിടെ ഹൊറർ മൂവിയിൽ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് ആണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പറയുന്നത്. അതിൽ പറയുന്നത് നമ്മളിപ്പോ നമ്മളൊരു ബോഡി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബോഡി നമ്മുടെ ആത്മാവിന് നമ്മുടെ സോളിന് പുറത്തേക്ക് വന്നിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും. അങ്ങനത്തെ സംഭവം ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പറയുന്നത്. അപ്പൊ ആ സിനിമയിൽ പറയുന്നത് അത് ഒരാളുടെ എബിലിറ്റിയാണ്. അതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്നെസ് ആ സിനിമയിൽ പറയുന്നത് വെച്ചാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ മൂലം, അതായത് ഒരു ബോഡിയുടെ ആത്മ പുറത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു ഡൈമെൻഷനിൽ ഒരുപാട് ഡീമൻസ് നെഗറ്റീവ് സംഭവം ഉണ്ട്. അവർ നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ നോക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അവരൊരു 3-4 പടങ്ങൾ എടുത്തിട്ടുണ്ട്. സൂപ്പർ മസ്റ്റ് വാച്ചിട്ട് സിനിമയാണ് അത്. ടാക്സി വാലയില് പറയണ, പക്ഷെ അതിൽ പറയുന്ന ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടെയ്നർ വേണം, അല്ല ഫ്രീ റോം ചെയ്ത് നടക്കാൻ പറ്റില്ലെന്നല്ലേ. പിന്നെ വേറൊരു മറ്റേ റിയൽ ലൈഫിൽ ഉണ്ടായ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് മരിക്കുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോ അവർക്ക് ബോഡി ഇങ്ങനെ കാണാൻ പറ്റി എന്നുള്ള, ബോഡിയും ചുറ്റുമുള്ള ആൾക്കാരെയും കാണാൻ പറ്റി എന്നുള്ള. ഒരാളെ വിളിച്ച് നീപ്പി ചോദിക്കാൻ പറ്റില്ല ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈഫ് ഫോർ ഡെത്ത് സിറ്റുവേഷനിൽ ചെന്നിട്ട് വന്നവര് പറഞ്ഞ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ അറിയാൻ പറ്റും, നമുക്കൊരു ടൈം എത്തുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ സത്യമാണോ അല്ലെങ്കിൽ. ഇപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, സത്യമാണോ അല്ലെങ്കിൽ നമ്മള് കാണുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ ബ്രെയിൻ അങ്ങനെ തന്നെ ഇതായതാണല്ലോ, ബ്രെയിൻ നമ്മളെ ഫൂൾ ചെയ്താണല്ലോ, പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കൺസെപ്റ്റ് പറയുന്ന ഒരു പഴങ്കഥയാണ്. അതായത് നമ്മൾ ഈ മരിക്കുന്നതിന്റെ ആ ഒരു സ്പോട്ടിൽ കിടക്കുമ്പോ പണ്ട് ഈ മരിച്ചിട്ടുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇമാജിനേഷൻ ആണോ കാണാൻ പറ്റുമെന്ന്. പണ്ട് മരിച്ചവരുടെ സോൾസ്, അവരുടെ രൂപങ്ങള് അവരെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കൂത്രേ. പണ്ട് തന്നെ മറ്റേ വീട്ടിലെ അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ട സംഭവം, അങ്ങനെ വന്ന് നിൽക്കും, അത് കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം. ഓ, മരിക്കാൻ നേരത്തെ നമ്മളെക്കാളും മുന്നേ മരിച്ചവരെ കാണാൻ പറ്റും. ഓക്കെ. ആരെങ്കിലും നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കുന്നുള്ള ആ ഒരു സംഭവം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. സത്യമാണല്ലേ, നമ്മൾ കാണുന്നവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല ആ ഒരു സംഭവം. അന്നേരം മറ്റേ സിനിമയിൽ പോലെ ഇങ്ങനെ പറയരുത്. ദുബായ് കണ്ടുണ്ടോ? ഇല്ല. ദുബായ് ഇല്ലേ? ദുബായ് ഇല്ലേ, അതാ ഇത് വേറെ. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഏകദേശം പറഞ്ഞ് സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ച സംഭവമാണ് പെൺകുട്ടികളുടെ മേക്കപ്പ്. അതിൽ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഓരോ സംഭവങ്ങളും അതേപോലെ തന്നെ അതിലെ പല തലങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എടുത്ത് പറഞ്ഞാൽ നമ്മളൊരു കുറ്റപ്പെടുത്തുക, നാണം കെടുത്തുക. നമ്മള്
റിയാലിറ്റിയാണ് പറയുന്നത്. എന്നാലും ഞാൻ പറയും മേക്കപ്പ് ഇച്ചിരി ഓവറാണ്. അത് ഓവറാണ്. അതിൽ വലിയൊരു സയന്റിഫിക് ആയുള്ളൊരു വശമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അവർ എന്തൊക്കെ സാധാരണ മേക്കപ്പ് ഇടുക, ഒന്നാണ് ബ്ലഷ് ഇതാക്കണം, ആർട്ടിഫിഷ്യൽ ബ്ലഷ് പോലെ അവർ ഇവിടെ ഒരു ചോക്കുന്ന സംഭവം, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ചുണ്ട് ചോക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ സയന്റിഫിക് ആയിരിക്കും. എവല്യൂഷണറി സയന്റിസ്റ്റുകൾ പറയുന്ന വിശദീകരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ശരിക്കും എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയും, ബ്ലഷും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളൊരു പെൺകുട്ടിയോട് സംസാരിച്ച്, അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഫ്ലേർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ റോസ്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒന്നും കൂടി ഒന്ന് ബ്ലഷ് ആവുമെന്ന് പറയില്ല നമ്മൾ. അവരുടെ ഇമോഷൻസ് അപ്പൊ ജസ്റ്റ് ഉണരും. പുറത്ത് വരുമ്പോഴാണ് ആ സംഭവം ബ്ലഷ് സംഭവങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ആ ടൈമിലാണ് അവരെ ഈ ചുണ്ടും മേലൊക്കെ ചോക്കുക. അതൊക്കെ അവർ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. നീ ചോക്കണം അത്രയ്ക്ക് റെഡിഷായി ചോക്കുന്നല്ല ചുണ്ട്, ജസ്റ്റ് ആ ഒരു ഇത് വരും. അതൊക്കെ നമുക്ക് തരുന്ന ബ്രെയിനിലുള്ള ക്യൂസ് ആണ്. നമുക്ക് ബ്രെയിനിൽ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ എവല്യൂഷണറിൽ നമുക്ക് കിട്ടിയ സംഭവമാണ്. ഇങ്ങനെ സംഭവം സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും അത് ബ്ലഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സൈൻ എന്താണ്, അവർ നമ്മൾ പറഞ്ഞത് അതിൻ്റെ അറോസ്റ്റാണ്, ഒരു നല്ലൊരു ഫീഡ്ബാക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ തോന്നും നമ്മൾ അങ്ങനെ അട്രാക്റ്റീവാണ്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇത് തരും, ഫേക്ക് ആയിട്ടുള്ള ഒരു നോഷൻ തരും, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എന്തായാലും പറയാം, ഒരു ഫേക്ക് ആയിട്ടുള്ള മുഖമാണത്, ഫേക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇപ്പം ഞാനോട് പറയാം, ഇത് ജസ്റ്റ് എക്സാമ്പിൾ. ഇപ്പം ഞാനോട് ഒരു സംഭവം പറയാം, അവിടെ എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറയാണ്. അപ്പം ഈ ഇങ്ങനെ ചിരിക്കണ സംഭവം, ഈ ചിരിക്കുക ബ്ലഷ് അടിക്കല്ല, ഈ ചിരിക്കുക, ബ്ലഷിൻ്റെ സംഭവം ഈ ചിരിക്കുകയാണ്. ഈ ചിരിക്കണ ഇതിൽ ഒരു എന്താണ് ഒരു മേക്കപ്പ് ചെയ്തിട്ട് ചിരിക്കണ പോലെ ചിരിക്കുക. അപ്പം ഇപ്പം ചിരിക്കണത് ഇവെന്താ, ഇപ്പം ഈ പറയുകയാണ് എൻ്റെ കോൺഫിഡൻസിൽ ചിരിയാണ് ബെസ്റ്റ്. അത് ഈ പറയാം അപ്പം മേക്കപ്പ് ഇടുന്ന ആൾക്കാർ പറയാം എൻ്റെ കോൺഫിഡൻസ് ഞാൻ ചിരിച്ചിരിക്കണം നല്ലത്. അതിലെല്ലാ അവസരത്തിനും ചിരിച്ചാൽ റെഡിയാവും. അതേപോലെ തന്നെ ഇവരെയും, അതായത് ഇവരെ ഞാൻ അതായത് ഇതിൽ കണക്ട് ചെയ്ത് പറയില്ല, പക്ഷെ ഇതിൻ്റെ ഒരു പ്രിമൈസ് വെച്ച് കണക്ട് ചെയ്ത് നോക്കും. അതായത് ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാം, ഒരു ബ്ലഷ് ഒരു മേക്കപ്പ് ഇട്ടൊരു പെൺകുട്ടി, അതിന് മുന്നിൽ നമ്മളൊന്ന് ഇരിക്കുക, നമ്മളൊരു തമാശ പറയാം പെൺകുട്ടിയോട്, അതായത് ഫ്ലേർട്ട് ചെയ്യാനുള്ള തമാശ, ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന്, പക്ഷെ ആ പെൺകുട്ടിയുടെ ബ്ലഷ് ഉണ്ടാവും, അതായത് ഫേക്ക് ആയിട്ടുള്ള ബ്ലഷ്. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഇത് പോസിറ്റീവ്, നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ മനസ്സിൽ, നമ്മളത് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിൽ ഏതെങ്കിലും വിചാരിച്ചിട്ടില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു സിഗ്നൽ വരും. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായി പെർസീവ് ചെയ്യും, അത് ഇങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു സിഗ്നലാണെന്നുള്ള നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി എന്ത് രജിസ്റ്റേർഡ് ആവും. നമ്മൾ വിചാരിക്കും ഇതൊരു പോസിറ്റീവ് സൈനാണ്, നമ്മൾ കയറി എന്തെങ്കിലും അടുത്തൊരു മൂവിലേക്ക് പോകും. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് സയന്റിഫിക്കായി നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് കണ്ടെന്ന് വെച്ചാൽ ഈ ബ്ലഷിന് ഇവിടെയൊക്കെ ഇങ്ങനെ ചോപ്പിച്ച് ചുണ്ടൊക്കെ മോനെ ഒരു മാതിരി ശരിക്കുള്ള നമ്മുടെ എവല്യൂഷണറി മൈൻഡ് സെറ്റിനെ തിരിച്ച് ഉൾട്ടയാക്കുക. അതായത് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഓവറാണോ എന്നാ വേണ്ട. ഞാൻ ഇപ്പം എത്ര നേരം വിശദീകരിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഷ് ഏകദേശം ഒരു ബ്ലഷ് പോലെ തോന്നിക്കുക, കുറച്ചൊരു ലിപ് ബാം പോലത്തെ ആ രീതിയിൽ ഉള്ള സംഭവം ഞാൻ പറഞ്ഞത്. അതായത് കുറച്ചൊക്കെ ഒന്ന് എവല്യൂഷണറി അല്ലെങ്കിൽ കുറച്ചൊക്കെ അട്രാക്റ്റീവ് ആയി തോന്നിക്കുന്ന സംഭവം. പക്ഷെ ഇതല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന പെൺകുട്ടികളെ ഇതല്ല. വേറെ ആളാവെന്ന് പറയാ, നീ ഏതാടാന്ന് ആടാ, മുഖം കഴുകിയ വേറെ ആളായി, വേറൊരു ജെൻഡർ മാറും. ഞാൻ ഇപ്പോഴത്തെ ഒരാൾ പറഞ്ഞായിട്ട്, അതായത് ബാത്റൂമിൽ കയറുമ്പോ പെണ്ണായിട്ട് തിരിച്ചു വരുമ്പോ ആണായിട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ്. അത്രയും വലിയ ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളൊക്കെ കാലഘട്ടമാണല്ലോ. പക്ഷെ ഒരു നോർമൽ മേക്കപ്പ് പണ്ടത്തെ കണ്ണെഴുതുക, ജസ്റ്റ് ഒന്ന് പൊട്ട് പിരിക, അതൊക്കെ ഒരു നോർമൽ ഇതെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല, പിരികത് കണ്ണെഴുത് ഇവിടെ ചോപ്പി ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മാതിരി. പക്ഷെ അതിപ്പോ ഒരു ട്രെൻഡ്, പിള്ളേര് വരെ അത് ചെയ്യാൻ തുടങ്ങി. നീ മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ, ഈ കണ്ണൊക്കെ ഇങ്ങനെ പച്ചയാക്കിട്ട്, എന്താ സംഭവം അത്? എല്ലായിടത്തും കളർ ഉണ്ടല്ലോ. അതൊക്കെ പറഞ്ഞാൽ ഈ പോപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സംഭവം. പോപ്പ് കൾച്ചറിൽ ഇപ്പൊ ഹോളിവുഡിൽ ഇത് പോപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ഈ ഇപ്പൊ അടുത്ത് പറഞ്ഞൊരു എക്സാമ്പിൾ ഓർക്കണം, അതായത് എമി ജാക്സൺ മറ്റേ സിനിമ തരുന്ന എന്തിരൻ അയ്യിലോ, ഒരു നാച്ചുറൽ ബ്യൂട്ടി എമി ജാക്സൺ ഉണ്ട്. കാരണം ഈ എമി ജാക്സൺ ഏത് സിനിമയിലുള്ള എമി ജാക്സൺ നിനക്ക് അറിയില്ല, നീ എന്തിനുള്ളതല്ലേ? അയ്യ സിനിമ കണ്ടിട്ടുണ്ട് നീ, അതിലത്തെ നടി, അതിലെ നടീനെ ഇപ്പൊ കാണാൻ ആണിനെ പോലെ. ഞാൻ നോക്കുമ്പോ ഇവ ഇങ്ങനെ കാണിച്ചു കറക്റ്റ് പല്ലി, സത്യം ഒരു പല്ലിയുടെ മുഖം. ഏതോ ഒരു ആർട്ട് ഷൂട്ടിനെ ഞാൻ കാണണേ, അത് എമി ജാക്സൺ പുള്ളിക്കാരി എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പുള്ളിക്കാരിയാണോ ഞാൻ. കാരണം ഈ പലരും ഒരു
കോട്ട് അതിനെ പറ്റി ഏതൊരാളാർക്കുന്നു, അതായത് ദൈവം കൊടുത്തൊരു ഭംഗി, അത് പോരാത്തന്നെ അത് മിസ്യൂസ്, അവരുടെ ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ അതിനെ പറ്റി നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അതായത് നീ വേണേ കണ്ടാ മാത്രം ആരുന്നല്ല, പെണ്ണിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്നുള്ളത്. നമ്മൾ അത്രയും ആരാധിച്ചൊരു ആക്ട്രസ് ആ ഒരു രീതിയാണല്ലോ. നമ്മൾ ഇത്ര കണ്ടിട്ട് പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, അത് ഇപ്പൊ വിചാരിച്ചു കണ്ടിട്ടോ, ഇല്ലടാ പണ്ടത്തെ തന്നെയല്ലേ, നോക്കുമ്പോ ഇവൻ പറഞ്ഞ പല്ലിയുടെ മോന്തങ്ങനെ ഒട്ടിപ്പിടിച്ച് ആ മുടി കറക്റ്റ് പല്ലി. ജിൻസി കിഡ്സ് പറയണ ജോലൈൻ വരത്തി, അതല്ലേ സീൻ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഏകദേശം അവസാനിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതിലൊന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്രിഞ്ചായാലും ഓരോ സംഭവങ്ങളുണ്ട്. ക്രിഞ്ചായി പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചായാലും അതിൽ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യും. അതിൽ അവർ ചെയ്യുന്ന സംഭവമുണ്ട്, അതായത് അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണണം. ഞാൻ ഇപ്പോൾ അടുത്ത് ഒരാളുടെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടതാണ്. ആരെന്നെ മെൻഷൻ അതല്ല, അത് നമ്മൾ ഡെയിലി കാണുന്നതല്ലേ, നാച്ചുറലായി അവർ കാണിക്കാൻ വേണ്ടി ഡെയിലി ലൈഫ് ഉണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. അതല്ല അതൊക്കെ പറഞ്ഞാലും ഒന്നാലും ഞാൻ പറഞ്ഞൊരു രാവിലെ മുതൽ അവർ കാണിക്കണ ഡേ മൈ ലൈഫ് ഉണ്ട്. രാവിലെ എണീക്കണ്, ഭർത്താവ് വന്ന് ബെഡ് കോഫി ഇട്ടിരുന്ന് അത് കുടിച്ചിട്ട് എണീക്കണത്, എണീക്കുമ്പോൾ ഫുൾ മേക്കപ്പ് പോയി അതിലെന്നെ പോയി. ഇവർ കിടന്നുറങ്ങുമ്പോൾ മേക്കപ്പ് ഇട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കണ്. രാവിലെ തന്നെ ഞാൻ കുളിക്കും, എന്നിട്ട് കുളിക്കണ് മേക്കപ്പ് ഇട്ടിട്ട് കുളിക്കണ്, അത് കഴിഞ്ഞ് പല്ല് വെക്കണ്, ഭയങ്കര മറ്റേ പരിപാടിയൊന്നുമില്ല. അതൊന്നും കാണിക്കില്ലേ, അതൊന്നും കാണിക്കണില്ല. ഞാൻ അതില്ലെന്ന് അറിയില്ലട്ടാ, അതില്ലെന്ന് അറിയില്ല. എടാ അത് പ്രാഥമിക കർമ്മമാണത്, അതില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റവും ഐഡിയലായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളതിന്ന് മനസ്സിലാക്കുക എന്താ, അല്ലെങ്കിൽ പൊട്ടന്മാരെയുള്ള ജെൻസി കുട്ടികളെന്താ മനസ്സിലാക്കുക, ഓ ഇതൊക്കെയാണ് ലൈഫ്. ഭർത്താവ് രാവിലെ ഒന്ന് കോട്ട് കോഫി ഇട്ടിരുന്നേ, ഞാൻ നല്ല ഭർത്താവ് ക്യാമറയിട്ട് വരുന്നേ, എന്നാ പിടിച്ചു നോക്ക കോൾഡ് കോഫി ക്യാമറയിൽ എടുത്തു. അതൊരു ആക്ടിങ് ആണ്, അതിനൊരു അവാർഡ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആക്ടിങ് ബെറ്റർ ആയിരിക്കില്ല, കാണിക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ലേ. അതേപോലെ തന്നെ വേറെ സംഭവമാണ് ഇപ്പോഴത്തെ മിക്ക ഇൻഫ്ലുവൻസ് ചെയ്യണത് സോഫ്റ്റ് ലോഞ്ചിങ് എന്ന് പറയും. അതായത് അവരുടെ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്യുക. അതായത് അവരാദ്യം തന്നെ റിലേഷൻഷിപ്പിലായി എന്ന് പറയില്ല, അവരെന്ത് ചെയ്യും, ചെറിയ ഇപ്പോൾ ഞാൻ ഒരു കൈയും പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഇടും, സ്റ്റോറി ഇടും, അല്ലെങ്കിൽ പിന്നെ ഒരു രണ്ട് കപ്പ് പിടിച്ച് ബ്ലറായിട്ട് നിൽക്കുന്ന ഫോട്ടോ, അങ്ങനെ കുറേ ക്യൂസ് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് കുറച്ച് കൂട്ടി അവസാനം മൊത്തത്തിൽ രണ്ട് ഇതാക്കും. വലിയ അവരെ വേൾഡ് എന്തോ ഇപ്പം മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്നൊക്കെ പറയും, ആ രീതിയിൽ അവർ ഇതാക്കും. ഈ പുതിയ അവർ രണ്ടുപേരും മാത്രമുള്ള ഇൻസ്റ്റ ഐ ഡി തുടങ്ങുക, ഒരാളെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മറ്റാളുടെ ഇത് ചെയ്തിട്ടുണ്ടാവും, കിങ് വന്നിട്ട് മറ്റാളെ ക്യൂന്ന് കണ്ടിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്ന് പ്രിൻസസ് എന്ന് പറയുന്ന കുറെ കണ്ണാപ്പികളുണ്ടല്ലോ, ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് എന്നിട്ട് കുറെ കണ്ണാപ്പികൾ. ഓ എൻ്റെ മോനെ ആ കിടങ്ങൾ പ്രിൻസസ് ആണ്, അതിന്റെ ബയോയിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണില്ല. അതേപോലെ തന്നെ എന്താണ് ബയോയിൽ കിങ് ആണ്, ഇതിന്റെ ക്യൂന് ഇവിടെയാണ് ഡൗട്ട് ഇട്ട്. ഇതിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പൊ ലിങ്ക്ഡിനിലും വരാൻ തുടങ്ങി കേട്ടോ. ലിങ്ക്ഡിനിൽ എന്തോ കാരണം ലിങ്ക്ഡിൻ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്, അതിലാണ് ഇവർ ഇത് ഇറക്കുന്നത്. ബയോയിൽ എങ്ങനത്തെ ഏതാണ്ട് സാമാനം ഇട്ടിട്ടുണ്ട് എന്തോ. നമ്മളൊരു കൂട്ടുകാരൻ അവന്റെ ലിങ്ക്ഡിൻ ബയോയില് കൊടുത്തുള്ളതാ മറ്റേ എലൈറ്റ് മോഷൻ APK ഡൗൺലോഡ്, എലൈറ്റ് മോഷൻ APK ഡൗൺലോഡ്, അവന്റെ എക്സ്പീരിയൻസ് എലൈറ്റ് മോഷൻ APK ഡൗൺലോഡ് ചെയ്തെന്ന്. എലൈറ്റ് മോഷൻ APK ഡൗൺലോഡ്. പിന്നെ വേറെ ഞാൻ അപ്പോൾ ഇതിൽ അടി സ്ക്രോൾ ചെയ്ത് നോക്കി, അപ്പൊ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. എന്നാലോചിച്ചോ, ഒരാളെ റിസീവ് വെച്ചോ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, യു ആർ ആപ്റ്റ് ഫോർ ദിസ് ജോബ്, യു ആർ സെലക്ടഡ് അറിയില്ലേ, വെൽക്കം അബ്രോഡ്. അങ്ങനത്തെ സംഭവങ്ങൾ എന്താ. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറയേണ്ടത് പറഞ്ഞാൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് അവരാദ്യം ഭയങ്കര കയറി നിൽക്കുമോ, ഒരു 1 lakh ഫോളോവേഴ്സ് ജസ്റ്റ് വിചാരിച്ചോ, എന്നിട്ട് അവരെന്ത് ചെയ്യും, എല്ലാം അവരെ വൈഫിനെ അല്ലെങ്കിൽ അവരെ മകളിലെ അല്ലെങ്കിൽ പെങ്ങളെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ മകൾക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും, ഇവരായിട്ടും കൂടുതൽ ഫോളോവേഴ്സ് കിട്ടാൻ തുടങ്ങും. കാരണം പെൺകുട്ടികൾക്ക് എനിക്കറിയാലോ, ആൺകുട്ടികൾ സാധാരണ വേറെ പലതിനും ലൈക്ക് കൊടുക്കും, ആൺകുട്ടികളൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി അതിൽ കയറും ഫോളോവേഴ്സ്. നമുക്ക് പോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചാലും ഒരു പെൺകുട്ടി ഇപ്പൊ ഈ പോഡ്കാസ്റ്റിലുണ്ട് വിചാരിച്ചോ, ഇതിന് ഡബിൾ വ്യൂസ് നമുക്ക് എന്തായാലും കിട്ടും, നമ്മൾ എഴുതി ഒപ്പിട്ടാൽ അത്രയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അങ്ങനല്ല, നമുക്ക് വെച്ച് അക്ഷരനെ വേണമെങ്കിൽ വേണേ ചെയ്യാട്ടാ, വേണേ ചെയ്യാ, സീനായിരിക്കും അല്ല. അപ്പോൾ എന്നിട്ട് പിന്നീട് ഉണ്ടാവുന്ന സംഭവം അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണിന്റെ കൂടുതൽ ഫോളോവേഴ്സ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആൺകുട്ടിക്ക് ഉണ്ടാവും
ഈഗോ ഉണ്ടോ, ഈഗോ അടിക്കും, അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം വരെ വേർപ്പെടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു സംഭവം, വലിയൊരു ഇതാണ് സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം പറഞ്ഞാൽ കുറേ ഈസ്തെറ്റിക് വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഈസ്തെറ്റിക് വാണങ്ങൾ ഇത് എങ്ങനെ അതേപോലെ തന്നെ എന്നാ മുടി കൊറിയൻ സ്റ്റൈലില് വെട്ടും, താടി മീശ കാണത്തില്ല, ഉണ്ടായാലും ഷേവ് ചെയ്ത് കളയും. പിന്നെ ഒരു ഫോട്ടോ ഇല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ നമുക്ക് അറിയാനുണ്ട് ഷർട്ട് ഇൻ ചെയ്തു ഓവർസൈസ്ഡ്. അതല്ല, പണ്ടത്തെ ജയന്റെ മോഡൽ പറഞ്ഞ ഇപ്പൊ ട്രെൻഡ് എങ്ങനെ പാളയാക്കി ഇടും. അതല്ല, അത് ഡ്രസ്സിങ് നമുക്ക് പറയാം. പക്ഷേ ഇത് മെയിൻ ഈസ്തെറ്റിക് പറഞ്ഞാൽ അവരെ മൊത്തം ഒന്ന് ഡാർക്ക് മൂഡില് മുഖം മൊത്തം ബ്ലറാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വായിച്ചത്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ ആയിട്ട് ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ട്, നാച്ചുറൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ക്യാമറയിലെടുത്ത് അപ്ലോഡ് ചെയ്യും. അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ബേസിക് ഐഡിയ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഫഷണൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെയാണ് എല്ലാം മാറ്റിയത്, ഫിൽറ്ററും മറ്റേ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നത്. റീൽസ് കൊണ്ടുവന്ന ഇൻസ്റ്റാഗ്രാമാ. ഇപ്പൊ കാൻഡിഡ് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു പണ്ട്, ഓർമ്മ. കാൻഡിഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കന്മാരോട് പറയാം, എന്റെ കാൻഡിഡ് എടുക്കുക, ഞാൻ അറിയാത്ത നിൽക്കുന്ന പോലെ കാൻഡിഡ് അൺഎക്സ്പെക്ടഡ് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അപ്പൊ എടുക്കും ആ സംഭവം. അങ്ങനെ കറക്റ്റ് ഓരോ അൺഎക്സ്പെക്ടഡ് പിക്ക് എടുക്കുക വേണ്ടി ഒരുത്തരോട് ഭയങ്കര ചിരിച്ച് സംസാരിച്ച് നിൽക്കും. അപ്പൊ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കും, അല്ലെങ്കിൽ ഇതിൽ രണ്ടെണ്ണം നല്ലതുണ്ടാവും, അത് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇപ്പൊ അതുമല്ല, ഇപ്പോൾ അൺഎക്സ്പെക്ടഡ് പിക്ക് എടുക്കുന്ന ബാക്കില്ല. അതായത് മുഖം കാണിക്കൂല, ഒരാളുടെ മുഖമില്ല, അവരുടെ സ്റ്റോറീസിൽ കംപ്ലീറ്റ് മുഖമില്ലാത്ത ഓരോ എന്താ മൊത്തം ആ രീതിയിലേക്കായി. അതായത് അവർക്ക് അവർ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് എന്താണെന്ന് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ മുഖം മൊത്തം ബ്ലർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, മുടി ഇവിടുന്ന് ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടുണ്ടാവും. എന്താ ഒരു ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നേ ഫോട്ടോ ഇടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോ ഇടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ക്രോപ്പ് ചെയ്ത് കളയും. ഒക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോ അമ്മമാര് പറയും നീയൊക്കെ പറ്റും ഫോട്ടോ ഉണ്ടായാലും എണീറ്റു. പക്ഷെ നേരെ തിരിച്ച് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പൊ ആൺകുട്ടികളെ അതൊക്കെ ചെയ്യണത്, പെൺകുട്ടികൾ ഫുള്ള് കാണിച്ചിട്ടിടുന്നത്. ആൺകുട്ടികളൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ ആക്കിട്ട് ഇടുന്നത്. പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ ഫുള്ള് കാണിച്ചിട്ട് വലിയ ഇതിൽ ഞാൻ എംപവർമെന്റ് വേണേ കണ്ടിട്ട് പോയാൽ. പണ്ടത്തെ ഒരു കാലം പറഞ്ഞ ഇതൊന്നും കാണിക്കാണ്ടിരിക്കാൻ എല്ലാം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സമരങ്ങൾ, യുദ്ധങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പൊ എല്ലാം കാണിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തുന്നത്. അതായത് മോഡസ്റ്റ് ആയിട്ട് ഇരിക്കുക, ഭയങ്കരമായിട്ട് ഒന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ഇതിരുന്നു ഒരു നല്ല സ്ത്രീ നല്ല സംഭവമായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ ഡ്രസ്സ് ഊരുന്നത് വലിയൊരു എംപവർമെന്റ് ആയി. ഞാൻ ഡ്രസ്സ് ഊരി ഇപ്പൊ ഈ റഷ്യയിലൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തും, ഫ്രീ ദ നിപ്പിൾസ് മൂവ്മെന്റ്. എല്ലാവരും ഊരി മറ്റൊരു ഇതിന്റെ മുകളിൽ എറിയുന്നത് ഫ്രീ ദ നിപ്പിൾസ് മൂവ്മെന്റ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരെ ഇവിടെ എഴുതിച്ചിട്ട് എവിടെ എഴുതുക, കാരണം ഇവിടെ വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ എഴുതുക. അപ്പോൾ അവർ ന്യൂസിന്റെ ഫ്രണ്ട് പേജിൽ വരും. പിന്നെ വേറൊരു വീഡിയോയിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇപ്പോ ബോയ്സിന് ഇപ്പൊ ഷർട്ട് വരിക, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് വരിക, പുറത്ത് വരിക, അതെല്ലാം. അതായത് അത് കറക്റ്റ് പറയണം. അതായത് ബോയ്സിന് ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ ഒരു പെണ്ണ് ചോദിച്ചതാ, അതായത് ഇപ്പം ഗേൾസിന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വികാരം കൊള്ളുന്നത്, ബോയ്സിന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വികാരം കൊള്ളാത്തതെന്ന് അങ്ങനെ. നമുക്ക് കുഴപ്പമില്ല, ഊരിക്കോ. നമ്മളെ വീഡിയോയിൽ പണ്ടത്തെ നമ്മളതിൽ പറയണ്ടേ ഫുൾ സപ്പോർട്ട്. ആ കമന്റ് വന്നു ഫുൾ സപ്പോർട്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഇവർക്ക് കോമൺ സെൻസ് ഇല്ല. ജസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളൊന്നും നമ്മൾ പറയണ നമ്മൾ വലിയ എന്താണ് പ്രാകൃതരോ അല്ലെ അമ്മാമ സിൻഡ്രോമുള്ള ആൾക്കാരോ എല്ലാം ഒക്കെ മാറ്റിച്ചോ. സയൻസ് എടുത്തോ, പ്യുവർ സയൻസ്, എവല്യൂഷണറി സയൻസ്, എന്ത് ബയോളജിക്കൽ സയൻസ്, എന്ത് സയൻസ് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ എന്താ വരിക, ആണുങ്ങളുടെ അവരുടെ ഇത് പറഞ്ഞാൽ വിഷ്വലായിട്ടാണ്, അവരെ പെർസെപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് വിഷ്വലായിട്ടാണ് കൂടുതൽ അവർ ട്രിഗേർഡ് ആവുക. ഈ സെക്ഷലി അവർ കൂടുതൽ ട്രിഗേർഡ് ആവുക വിഷ്വലിയാണ്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനല്ല, ടച്ചിലൂടെയും അതേപോലെ തന്നെ ഇമോഷണലായിട്ട് കൂടുതൽ അവർ ഒരാളിൽ ഇതാവുക. ആൺകുട്ടികൾ നേരെ തിരിച്ചാൽ വിഷ്വലിയാണ്, വിഷ്വലി വലിയ രീതിയിലാണ്. അതാണ് പോൺ കൺസെപ്ഷൻ കൂടുതൽ ആൺകുട്ടികളുടെ ഇതിൽ വരുന്നത്. ഇവര് പറഞ്ഞ അതൊന്നും ചിന്തിക്കില്ല. ഇവര് ഇതിനെ പറയുന്നൊരു ഭാഗത്തെ ഫുള്ളും നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ് ഇവര് വിചാരിക്കും നീ എൻ്റെ ഒന്നും കാണണ്ട, ഒരു കണ്ണടച്ചിരുന്നോ, ആ ഒരു ടോക്കാണ് അവരുടെ ഭാഗത്തുനിന്ന് വരിക. അതേപോലെ സാധാരണ നമ്മൾ പറയില്ല, പെൺകുട്ടികൾ എപ്പോഴും ടേക്കേഴ്സ്, ആൺകുട്ടികൾ എപ്പോഴും ഗീവേഴ്സ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഒരു പെൺകുട്ടി നമ്മളെ ജസ്റ്റ് ഇതിലായിട്ട് പറയാം, ഒരു പെൺകുട്ടി നമ്മളെ പീഡിപ്പിക്കാൻ വരുന്ന വിചാരിച്ച ഒരാളെ, ജസ്റ്റ് ആവറേജ് ആളെ പീഡിപ്പിക്കാൻ, അയാളുടെ റിയാക്ഷൻ എന്താവും? മറ്റേ ഏതെങ്കിലും ഒരു സിനിമ വന്നോട്ടെ സിനിമ ഉണ്ടല്ലോ, അതേപോലെ അവരെന്ത് വിചാരിക്കും, വന്നോട്ടെ നമ്മൾ പിടിപ്പിച്ചു വന്നിട്ട്. നേരെ മറിച്ച് പെൺകുട്ടിക്ക് അങ്ങനെയല്ല അവരെ മൈൻഡ് വരുന്നത്. അതായത് ഇന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്നെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു അതായത് അവരെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരാൾ. അതേപോലെ ഫിയർ ഡെവലപ്പ് ആവുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവായിരിക്കും. നമ്മൾ പറയുന്നത് അവര് എന്താണ് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാത്തതുകൊണ്ടൊന്നുമല്ല,
അവർ ബയോളജിക്കലി അങ്ങനെയാണെന്നാണ് പറയണത്. അത് അവർക്ക് മാറ്റാൻ പറ്റാത്ത ഉള്ളിലുള്ള സംഭവമാണ്. ഇൻട്രൻസിക്കലി അവർ അങ്ങനെയാണ്. പിന്നെ വേറെ സംഭവം പറയുന്നത് ഡേറ്റിംഗ് ആപ്പുള്ള സംഭവം. അതായത് ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ ഒരു ഹുക്കപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ടിൻഡർ ഫസ്റ്റ് അമേരിക്കയിൽ ഇറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു, ഇത് കപ്പിൾസിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് മീറ്റപ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് അത് ഇനീഷ്യലി തുടങ്ങിയത്. പിന്നെ അതെന്തായി മാറി. ഇപ്പം എന്താണ് ടിൻഡറിൻ്റെ അവസ്ഥ? ഹുക്കപ്പിന് നമ്മളൊരാൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ അവർ മനസ്സിൽ വരും 1 നൈറ്റ് സ്റ്റാൻഡ്സ് അല്ലെ, അതിനൊക്കെ ആദ്യത്തെ കാഷ്വൽ ആയിട്ടുള്ള സെക്സിനൊക്കെ കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ടിൻഡർ പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അവിടുത്തെ സമൂഹം പോയി. ഇപ്പം നമ്മളെ മലയാളികൾക്കിടയിൽ ഒരു ആപ്പ് ഇറങ്ങി, അരികെ എന്ന് പറഞ്ഞിട്ട്. ഈ അരികയിലും എൻ്റെ കൂട്ടുകാർ പല ആൾക്കാരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇതേപോലെ തന്നെ ഇരുന്ന് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ പെൺകുട്ടികൾ പോസ്റ്റിന് ഫോട്ടോസിനും ഒരു വേറെ അർത്ഥം വരൽ തുടങ്ങി. അതേപോലെ തന്നെ അവരെ മീറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ തന്നെ ഒരു റെസ്പോൺസ് പറഞ്ഞാൽ അവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യണത്. പിന്നെ അതേപോലെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണ്. ആ സ്റ്റഡിയിൽ പറഞ്ഞാൽ ആൺകുട്ടികളുടെ സ്വൈപ്പ് റേറ്റ് ടിൻഡറിലുള്ള സ്റ്റഡിയാണ്. ആൺകുട്ടികളുടെ സ്വൈപ്പ് റേറ്റ് 90% 95 അത്ര പെർസെൻറ്റേജ് അവർ ഇതിൽ എന്താണ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് യെസ് എന്നുള്ള രീതിയിൽ സ്വൈപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണം അട്രാക്റ്റഡ് ആണ്, അട്രാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പെൺകുട്ടികൾ നേരം മറിച്ച് 30% അടിയിലാണ്. അതായത് പെൺകുട്ടികൾ ഭയങ്കര സെലക്റ്റീവായിട്ട് എനിക്കിത് ഇഷ്ടമില്ല. ആൺകുട്ടികൾ എന്താ ഹോട്ട് അല്ലെങ്കിൽ മറ്റേ അടിപൊളി കുഴപ്പമില്ല കളിക്കാം, അങ്ങനെ ആ രീതിയിലാണ് ആൺകുട്ടികൾ മൊത്തം സെലക്ട് ചെയ്തെടുക്കും. പോരാ കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ രീതിയിലാണ് അവർ സെലക്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ പറഞ്ഞ ടിൻഡറിൽ പറഞ്ഞ എംപവേർഡ് ആയിട്ടുള്ള പെൺകുട്ടികളെന്നല്ല അവിടെ വരുന്നത്. അതായത് ഞാൻ കുറച്ച് വേർഡുകൾ പറയാം, ജെൻസി കുട്ടികളെ വേർഡുകളാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഈ പറയും റിസ്. എന്താ സംഭവം? എന്താ എനിക്ക് കറക്റ്റ് അതിന്റെ മീനിങ് അറിയില്ല. റിസ് പറഞ്ഞാൽ കരിസ്മന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കുട്ടി, അതാണ് കോമഡി, ഈ കുട്ടികളോട് നമ്മൾ പറയാം റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കരിസ്മയാണ്. അതാണ് സംഭവം. കരിസ്മ നമ്മൾക്ക് ഒരു ഓറാന്നൊക്കെ നമ്മൾ പറയും. നമ്മളൊരു എന്ത് ഓറ ഒന്നല്ല, ഒരു വിജരംഭിച്ച വാക്കാണ്. അത്രേ ഉള്ളൂ. പിന്നെ സ്കിബിഡി അറിയല്ലോ? സ്കിബിഡി പറഞ്ഞാല് സ്കിബിഡി ടോയ്ലറ്റ്, സ്കിബിഡി സംഭവം. പിന്നെ അതുപോലെ സിഗ്മ വരുന്നത് പറഞ്ഞാല് മറ്റേ ആൻഡ്രൂ ടേറ്റിന്റെ ആ ഒരു സമയത്താണ് സിഗ്മ വരുന്നത്. ആ ഒരു ടൈമിൽ പറഞ്ഞാൽ ഇതേപോലെ പല മെട്രിക്സ് സിഗ്മ ഭയങ്കര സിഗ്മ മെയില്. അതായത് ഈ ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇൻട്രോവേർട്സ്, അതായത് അവർക്ക് പുറത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ധരിക്കണ പോലെ പെണ്ണ് കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്ത് സിഗ്മ എന്നൊരു ലേബലിൽ അറിയപ്പെടൽ തുടങ്ങി. അതായത് അവർക്ക് ഞാൻ സിഗ്മ വേണ്ട, എനിക്ക് ശ്രമിച്ചാൽ കിട്ടും, പക്ഷെ ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഞാൻ സിഗ്മ. മറ്റേ പയ്യന്റെ ഡയലോഗ് ശ്രമിക്കാത്തതുകൊണ്ടാണ് ശ്രമിച്ചാൽ കിട്ടും, ഞാൻ ശരിക്കും സിഗ്മ വേണ്ടാണ് ഇത് പറഞ്ഞ പോലെ കുറെ ആൾക്കാർ അങ്ങനെ എന്തായി ഞാൻ സിഗ്മയുടെ അകത്തായിട്ട് ഇരിക്കലോടെ സംഭവം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ വേറെ ഒരു വാക്കാണ് SLAY, സ്ലേ ബീച്ച് എന്നൊക്കെ കണ്ട് കേട്ടില്ലേ? ഇതും മറ്റേ സംഭവം തന്നെ, വിജരംഭിച്ച വാക്കാ. വെയിറ്റ് ഉണ്ട് എടാ, അവർക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണെന്ന് അറിയില്ല. അവര് പേരിന്റെ ആ രീതിയിലാണ് അവര് പറഞ്ഞു നടക്കുന്നത്. അതേപോലെ നോ ക്യാപ്പ്. ഞാൻ ഇപ്പൊ കൊറേ ഡിസ്കോഡില് ടിൻഡർ നമുക്ക് ആക്സസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ടിൻഡർ കണക്കെടുത്തപ്പോ 90% ഫേക്ക് അക്കൗണ്ട് ടിൻഡറിൽ, ആൺകുട്ടികളെ ഫേക്ക് അക്കൗണ്ട് ടിൻഡറിൽ. അപ്പൊ അങ്ങനെ ടിൻഡറിൽ കോൽക്കളിക്ക് ടിൻഡർ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഡിസ്കോഡിലാണ് കുറച്ച് ജെൻസി കുട്ടികളെല്ലാം അതിൻ്റെ അടിയിലുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുക. അപ്പൊ ഞാൻ അവിടെ ജനറൽ ചാറ്റിലൊക്കെ അതായത് ഞാൻ പെഡഫൈലാന്നല്ല പറയണേ, ഞാൻ ഇങ്ങനെ പെഡഫൈലാക്കല്ലേ നിങ്ങള്. ഞാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ജനറൽ ചാറ്റ് എടുത്ത് നോക്കുമ്പോഴേ അവിടെ നമുക്ക് മനസ്സിലാത്ത ഭാഷ നോ ക്യാപ്പ്. അപ്പൊ ഞാൻ നോ ക്യാപ്പ് എന്നൊക്കെ മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ എന്ത് നോ ക്യാപ്പ്, അപ്പം ഗൂഗിളിൽ മനസ്സിലായില്ല അത്രയും കാലമായിട്ട് നോ ക്യാപ്പ് എന്നാണ്. പിന്നെ ഞാൻ മറ്റേ അർബൻ ഡിക്ഷണറി അങ്ങനെ സംഭവം ഉണ്ടോ, അതിലൊക്കെ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒരാൾ ജസ്റ്റ് അപ്പോഴാണ് ഇറങ്ങണുള്ളത് ആരോ റെഫറൻസ് ചെയ്തിട്ടുണ്ട്. നോ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നോ ലൈസ് അല്ലെങ്കിൽ നോ ക്യാപ്പ്, അതായത് സത്യമാണ് ഞാൻ പറഞ്ഞതിൽ നോണൊന്നുമില്ല, അങ്ങനെ ആ രീതിയിലാണ് അത് നോ ക്യാപ്പ്, ഇത് നോ ക്യാപ്പ് ആ രീതിയിലാണ് അവർ പറയണത്. ഞാൻ വിചാരിച്ച നോ ക്യാപ്ഷൻ അങ്ങനെ വല്ല ആയിരിക്കും. അതൊക്കെ നമ്മൾ വിചാരിക്കും എന്ത് നോ ക്യാപ്പ്, വിചരംഭിച്ച വാക്കാണ്. പിന്നെ അതുപോലെ ഗ്യാസ് ലൈറ്റിങ്, ഡോണ്ട് ഗ്യാസ് ലൈറ്റ് മീ. ഗ്യാസ് ലൈറ്റോ, അതായത് എന്നെ ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ പറയണേ. എന്ത് മനസ്സിലായില്ല, എന്ത് ഗ്യാസ് ലൈറ്റിങ്, അങ്ങനെ സെർച്ച് ചെയ്തു. ഗ്യാസ് ലൈറ്റിങ് പറഞ്ഞാൽ ഒരാളെ, അതായത് ഇപ്പൊ ഞാനും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പൊ ഞാൻ എന്ത് ചെയ്യും,
ഞാൻ എല്ലാ പ്രശ്നവും അൻ്റെയാണ്, ഈ കാരണം എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ രീതിയിൽ ഫ്രെയിം ചെയ്യും. അവസാനം അവസാനം ഈ തന്നെ എന്ത് ചെയ്യും, എന്നെ ആ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് എൻ്റെയാണ് പ്രശ്നം രീതിയിൽ ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പോൾ അവസാനം ഈ തന്നെ ആകെ ഇമോഷണലി ഇട്ടാവും, ശരിയാണല്ലോ ഞാൻ അപ്പം എന്തിനാ ഇങ്ങനെ ഈ പ്രശ്നം എന്നോട് ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ കൊടുക്കും. അതാണ് ഗ്യാസ് ലൈറ്റ്. പിന്നെ അതേപോലെ വേറെ ഒരാൾ മെസ്സേജ് ഉണ്ടെന്ന്, വൈ ആർ യു ഗോസ്റ്റിംഗ്? ഗോസ്റ്റിങ്ങോ? ഗോസ്റ്റിംഗ് എനിക്കറിയാവുന്ന ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ കുറച്ച് നാള് അല്ലേ. അതായത് ഗോസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്തോണ്ടിരിക്കും, ഒറ്റയടിക്ക് ഒന്നുമില്ല, ചാറ്റിംഗ് ഒന്നുമില്ല, കുറേ കാലത്തിന് പെട്ടെന്ന് ബ്ലാങ്ക് നെറ്റ് പോയ പോലെ പെട്ടെന്ന് ഒന്നും മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ഇയാൾ മരിച്ചു പോയി വിചാരിക്കും ഗോസ്റ്റ് ചെയ്യണം. ഇത് പറഞ്ഞപ്പോഴേക്കും മറ്റു വേറെ കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു മെസ്സേജ് ഒരാൾക്ക് അയച്ചുകൊണ്ടിരിക്കുക, അയച്ച് റിപ്ലൈ ഇട്ട് 2 അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് സംഭവം. പിന്നെ അതേപോലെ ബ്രെഡ് കമ്പിയല്ല ബ്രെഡ് കമ്പി. അത് പറഞ്ഞാൽ ഇതേപോലെ ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് ക്രംസ് ബ്രെഡിന്റെ പൊടിപൊടികൾ, അതിന് ബ്രെഡ് ക്രംബിംഗ് എന്നാ പറയണത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഗോസ്റ്റിങ്ങിന് ഒരു വേറെ വെർഷനാണ്. ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇത് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു കോൾഡ് ആവുക റിപ്ലൈസിലൊക്കെ. ഹലോ എന്താണ് എന്തൊക്കെ ഉണ്ടായി സംഭവം, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, വലിയ സുഖമില്ല, അങ്ങനെ സംഭവമില്ലേ. അതായത് നമ്മൾ താല്പര്യമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു വിചാരിക്കും എന്നുള്ള സംഭവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോൾഡായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കും. ഭയങ്കര ഒന്നുമില്ല, സുഖം, എന്തൊക്കെയാണ്, എന്താ വിശേഷങ്ങൾ, എന്നാ വലിയ വിശേഷമൊന്നുമില്ല, അങ്ങനെ ഒഴിവാക്കി വിടുന്ന സംഭവം. അതാണ് ബ്രെഡ് കം. അങ്ങനെ കുറേ വാക്കുകൾ. പിന്നെ മറ്റേ ആൻഡ്രോയിഡിന്റെ മുകളിൽ കൂടെ തന്നെ വന്നാണ് എല്ലും ഡബ്ല്യു, ലൂസ് മിന്നും. ഓക്കെ അതെനിക്കറിയാം. ബിഗ് ലോസ്. അതേപോലെ തന്നെ കുറെ വീഡിയോസ് ഇട്ടിട്ട് എൽ വീഡിയോ, ഡബ്ല്യു വീഡിയോ, ദിസ് ഈസ് എ ഹ്യൂജ് എൽ. പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുവാണ് സംഭവം. എൽ ഫോർ ദിസ് വുമൺ. പിന്നെ അതേപോലെ ഷോർട്ട് ഫോമുകൾ, അത് വലിയൊരു സംഭവം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ ജൻസിക്കാരുടെ ഇടയിൽ ഇപ്പൊ എന്തൊക്കെയാ പറയാന്ന് മനസ്സിലാവണില്ല. അത് സാധനം വെച്ചാൽ എന്താ എന്താ സാധനം മനസ്സിലായില്ല. അപ്പം ഇത് എന്ത് സംഭവം ഒരിക്കലും ഞാൻ വെറുതെ ടൈപ്പ് മറ്റേ കീബോർഡില്ലേ, കീബോർഡിലെടുത്ത് ടൈപ്പ് എൻ്റർ ആയി പോയതാ വിചാരിച്ച മെസ്സേജ്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ അടിച്ചപ്പോൾ ഇഫ് യു നോ യു നോ, അതായത് IYKUY ആ സംഭവമാണ്. അതേപോലെ പണ്ടറിയും GM GN. അതൊക്കെ പിന്നെയും. പിന്നെ ഒരാൾ ക്രൂ നയിച്ച് HRU അപ്പൊ എനിക്ക് ഹൗ ആർ യു, അതിനാണ് HRU. അതും പിന്നെ കുഴപ്പമില്ല. ഈ എന്നാ വേറെ എന്തൊക്കെയോ, അതായത് വലിയ വലിയ വാക്കുകൾ ചെറുതാക്കി പറയുന്നുണ്ട്. എന്താ കം ഹിയർ, ഗുഡ് ഗെയിം, അങ്ങനെ കുറേ സംഭവം ഭയങ്കര കം ഹിയർ. പിന്നെ അതേപോലെ ഗെയിമിങ്ങിൽ പിന്നെ കുറേ സംഭവങ്ങൾ GG അങ്ങനെ കുറേ ഗെയിമുകളിലൊക്കെ ഉണ്ട്. GG. പിന്നെ ലാസ്റ്റ് വേർഡ് ടച്ച് ഗ്രാസ്, പുല്ലിനെ തൊടുന്നു. അതിന്റെ അർത്ഥം ഏകദേശം അങ്ങനെ തന്നെയാണ്. അതായത് കുറെ കാലം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട്. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിന്റെ. അതായത് ഡിസ്കോഡിന്റെ സെർവർ ഒന്നും ഡൗൺ ആയില്ലായിരുന്നോ? പിടിച്ച് ഡിസ്കോഡ് നമ്മള് ടച്ച് ഗ്രാസ് ഞാൻ ഇട്ടത് തന്നെ. അതാണ് ഓരോ വാക്കുകൾ കിട്ടും കിട്ടി. ഇതിന്റെ മെയിൻ ഉദ്ദേശം അവരെ പിടിക്കാനായിരുന്നു. മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരു വലിയ ടോക്ക് ആയതാ ഡിസ്കോഡ് സെർവർ ഡൗൺ ആയത്. ഇൻസ്റ്റാഗ്രാമിന് ടോക്ക് ആയി ഡിസ്കോഡ് സെർവർ ഡൗൺ ആയിട്ട്. ഡിസ്കോഡ് എന്തോ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഇന്ന് ഡിസ്കോഡ് സെർവർ ഡൗൺ ആണ്, ഗ്രാസ് ടച്ച് ചെയ്യാൻ പറഞ്ഞുണ്ട്. അതന്നെ സംഭവം അതന്നെ. അതായത് നമ്മള് ടെക്നോളജി ഇതാക്കുക, കുറെ കാലമായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുക, ടച്ച് ദ ഗ്രാസ്, ആ സംഭവം ഗ്രാസ് ടച്ച് ചെയ്യാൻ. ഇപ്പം ഏകദേശം ഇന്നത്തെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത്. 2 സ്റ്റോറീസ് കൂടി പറയേണ്ടതില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ കഥകൾ പുറത്ത് കൊണ്ടുവരരുത്. അതിൽ ഒന്നാമത്തെ സ്റ്റോറി പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് പുറത്തുവന്ന സ്റ്റോറിയാണ്. അതായത് ഒരുത്തനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന് ഒരുത്തനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിന് ഓൺലി ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലി ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനക്കും അത് അറിയാം ഓൺലി ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആകെ വിഷമിച്ചിരിക്കുക, ഈ ഓൺലി ഫാൻസ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓൺലി ഫാൻസ് പറഞ്ഞാൽ നമുക്കറിയില്ലേ, സംഭവം ന്യൂസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അല്ലെങ്കിൽ സ്ട്രിപ്റ്റ് ടീസേഴ്സും കാര്യങ്ങളും ടീസ് ചെയ്യുന്ന സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് അവളുടെ ചെക്കൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അത് ഇവർക്ക് ആകെ വിഷമായി. ആർക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. അവളുടെ ഹാർഡ് വർക്കിന് സബ്സ്ക്രൈബേഴ്സും
അതുപോലെ അവൾക്ക് വേണ്ട ഓഡിയൻസ് കിട്ടില്ല. ആ 2 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. എന്നിട്ട് ഇവനൊരു ചാനൽ തുടങ്ങി. ഇവൻ കുറേ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി, കുറേ എണ്ണം തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത് അതിൽ നിന്നൊക്കെ ഇവളെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവള് നോക്കുമ്പോൾ അങ്ങനെ ഇവളായിരുന്നു കുറേ ആൾക്കാർക്ക് DM ചെയ്യാൻ തുടങ്ങി. അതിലത്തെ ഒരു ഏറ്റവും നല്ല പ്രൊഫൈൽ പിക്ചർ, ഭംഗിയുള്ള ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒരാൾക്ക് എന്ത് ചെയ്തു, ഇവള് മെസ്സേജ് ഒക്കെ തുടങ്ങി, നിങ്ങൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇയാൾ മാക്സിമം വിടാൻ നോക്കി. ഞാൻ വേറെ രാജ്യത്തുള്ള ആളാണ്, അങ്ങനെ മാക്സിമം വിടാൻ നോക്കി. എന്നിട്ട് ഈ പെണ്ണ് വിടുന്നില്ല. ഈ പെണ്ണ് പറയാ ഞങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഇയാൾ. അവളുടെ ചെക്കൻ്റെ ഫേക്ക് അക്കൗണ്ട്സുകളിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് ഇത്. മാനസ നീ ആലോചിച്ച് നോക്ക്. അതായത് അവൾ ഇങ്ങോട്ട് വന്ന്, അതായത് നമ്മളൊരു കണക്ഷൻ നോക്കി നോക്ക് നീ. അതാണ് ഇന്നത്തെ ഒരു ആവറേജ് വെസ്റ്റേൺ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ. സത്യം, അത് നമ്മൾ എടുത്തു പറയണം. വെസ്റ്റേൺ റിലേഷൻഷിപ്പ് ഇവിടുത്തെ അല്ല, ഇത് ഇവിടുത്തെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലി ഫാൻസിന്റെ ഒരു ട്രെൻഡ് ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓൺലി ഫാൻസിന്റെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ലീഗലൈസ് ചെയ്തിട്ട് അതിന്റെ സാധ്യതകൾ ഇവിടെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെയും വരും. അതായത് ഇപ്പോൾ ഒരു ട്രെൻഡ് വരുന്ന പറഞ്ഞാൽ കുറേ ആൾക്കാർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ സിനിമയുടെ റിവ്യൂക്ക് ഭയങ്കരമായിട്ട് പൊട്ടന്മാരെ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടന്മാരുടെ രീതിയിൽ എന്തെങ്കിലും പറയും. പക്ഷെ എന്തെങ്കിലും ടങ് സ്ലിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവരിത് സോഷ്യൽ മീഡിയയിൽ റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇയാളൊരു കോമാളിനെ പോലെ എല്ലാവരും ഇയാൾ തൂക്കും. അങ്ങനെ ഇയാൾ ട്രെൻഡിങ് ആവും. ട്രെൻഡിങ് ആകുമ്പോൾ കുറേ ഇതുപോലെ ഈ ഇങ്ങനെ കാത്തുക്കുന്ന ആൾക്കാരാണ്, ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി കാത്തുക്കുന്ന ആൾക്കാർ, മുട്ടി നിൽക്കുന്ന ആൾക്കാർ. അവരെന്ത് ചെയ്യും, ഇയാളെ പിടിച്ച് വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കും. അങ്ങനെ ഈ പൊട്ടനെ പിടിച്ചിട്ട് ഇവരാണ്ട് ഫേമസ് ആക്കും. കുറേ മറ്റേ എന്താണ്, ഒരു വിജയ് അണ്ണൻ്റെ ഫാൻ ഉണ്ടല്ലോ, എൻ്റെ വിജയണ്ണോ എന്നിട്ട് എൻ്റെ വിജയണ്ണ ചങ്ങായില്ല. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് അവരെന്തെങ്കിലും നടിക്കും. സോഷ്യൽ മീഡിയ മൊത്തം ഇയാളെ നോക്കി ചിരിക്കും, പരിഹസിക്കും. കിംബോയ്ക്ക് ഇഷ്ടമായി. പക്ഷെ അതെല്ലാം അമ്മമാരുടെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള കൂടായ്പാണ്. ബട്ട് സ്റ്റിൽ മൈൻഡ് അപ്പ് ചെയ്യാം. ടൈമായി. ക്ഷണൻ എന്നേലും പറയാനുണ്ടോ അവസാനമായിട്ട്? എന്നേലും ഒരു കോട്ടൊക്കെ പറഞ്ഞു ചേർക്ക്. സുഗമോ ഭവന്തു, മറ്റേ സുഖനിദ്ര ശുഭനിദ്ര. ഇപ്പൊ ഏകദേശം 12 ജസ്റ്റ് ചുമ്മാ പറയുന്നത് മാത്രം. പറയില്ല അവിടുന്ന്. അതെ, ആള് കേക്കണ്ട തൂക്കിട്ട്. അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല ഇതുവരെ ശ്രദ്ധിച്ചില്ല, ഇപ്പഴാ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്. ഇപ്പോഴാണ് ആ സംഭവം പെട്ടെന്ന് കണ്ണി പെട്ടത്. ഞാൻ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോ ഒരു ബോർഡ്, നീ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്, ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാഫ് ഓഫ് യുവർ ബ്യൂട്ടി കം ഫ്രം യുവർ ബിഹേവിയർ. അതായത് നിങ്ങളുടെ പകുതി മുക്കാൽ നിങ്ങളുടെ ഭംഗി വരെ നിങ്ങളുടെ ഒരു പെരുമാറ്റത്തിന്. ഞാൻ ഭയങ്കര ഇത് ചെയ്തു കേട്ടോ. കാരണം ആ ഒരു സംഭവം കോട്ടുണ്ട്. വേറൊരു കോട്ട് ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടതാണ്, പക്ഷെ ഭയങ്കര ഫേമസ് ആകാൻ പോകുന്ന ഒരു കോട്ടാണ്. ഫേമസ് ആകാൻ പോകുന്നതാണ്. കൺട്രോൾ യുവർ ഡിസയേഴ്സ്, അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. ഇത് അല്ല ഡീപ്പ് അല്ല, ഇതിന്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ കോട്ട് പോലെ സംഭവം ഞാൻ വെച്ചിട്ടുള്ളതാണ് എല്ലായിടത്തും. കൺട്രോൾ യുവർ ഡിസയേഴ്സ്, അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ മൊത്തത്തിൽ പറഞ്ഞ സംഭവമാണ്. ഡോപ്പമൈൻ ആണെങ്കിൽ എന്ത് ഡിസയേഴ്സ് ആണ്, ഫോൺ അഡിക്ഷൻ ആണ്, എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. നമ്മൾ ശരിക്കും എത്താൻ പറ്റുന്ന നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് എത്തണമെങ്കിൽ ഈ സംഭവം ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ രാവിലെ ഒരാൾ പറഞ്ഞാണ്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പെയിൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അത് ഇന്നെവിറ്റബിൾ ആണ്. അത് നമ്മൾ പെയിൻ അനുഭവിക്കാണ്ട് നമ്മൾ ആ പെയിൻ വേണ്ട, നമ്മൾ കുറച്ചും ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ പഠിക്കേണ്ട, എക്സാമിന് പഠിക്കേണ്ട, അങ്ങനെ ലേസിയായി പോയിട്ട് ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പിൽ പോകും. നേരെ മറിച്ച് ഇപ്പോൾ സക്സസ്ഫുൾ ആയ പല ആൾക്കാരെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ അവരൊരു പീരീഡ് ഉണ്ടായിരുന്ന ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത പീരീഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നമ്മൾ എണീക്കുകയാണ്. നമ്മൾ എണീക്കുമ്പോൾ ആ സ്നൂസ് ബട്ടൺ അമർത്താൻ നമുക്കാണെങ്കിൽ സ്നൂസ് ബട്ടൺ അമർത്താം, എന്നിട്ട് നമുക്കാണെങ്കിൽ അലാറം ഓഫ് ആക്കാം. പക്ഷെ നേരെ മറിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്നൂസ് ബട്ടൺ അമർത്താണ്ട് നമുക്ക് എണീക്കാം. പക്ഷെ അതൊരു പെയിനാണ്, അതൊരു ഇതാണ്. അത് നമ്മൾ അതുപോലെ കുറേ പെയിൻ നമ്മൾ ഇതാക്കി അനുഭവിച്ച് എന്നിട്ട് നമ്മൾ ആ ഒരു രാവിലെ എണീച്ചിട്ട് കുറച്ച് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓവർ ടൈം നമുക്ക് അതിൽ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഈ ഒരു പെയിൻ ഇന്നെവിറ്റബിൾ ആണ് ഏത് സ്റ്റേജിൽ നോക്കണം. പിന്നെ വേറെ ഇത് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, അതായത് എക്സാമാണ് എനിക്ക് ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ രാവിലെ നേരത്തെ നീറ്റിൽ പോയി, കയ്യിൽ നിന്നെല്ലാം പോയി. 6 മണിക്ക് നീറ്റ പിന്നെ പോയിട്ട് കാര്യമില്ല ക്ലാസ്സിൽ. ഞാൻ വിചാരിച്ചു ഞാൻ കടന്നു 4:30 എൻ്റെ ഉദ്ദേശം. അങ്ങനെ കടന്നു പെട്ടെന്ന് കണ്ണുറങ്ങും. ഇപ്പൊ 4:20. പിന്നെ അവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന് ഒന്നും നോക്കില്ല. നീറ്റ് പോകാൻ കഴിഞ്ഞ നേരം കൂടെ പോയി. ഇവനോട് 4:30 എണീപ്പിക്കാൻ പറഞ്ഞതാ. അപ്പം ഞാൻ 4:30 എണീച്ച് നോക്കുമ്പോണ്ട്
ഇവനാണല്ല അല്ല ഇവൻ വരുന്നേ ഇവൻ ഡോറിന്ന് വന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്നേ നമുക്ക് ഏകദേശം മൈൻഡപ്പ് ചെയ്യാം